എല്ലാവർക്കും നമസ്കാരം. ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൻ്റെ 3 ദിവസമായിട്ട് നടക്കുന്ന ഈ ലിറ്റററി ഫെസ്റ്റിൽ ഫയർഫോഴ്സിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളുമായിട്ട് സംവദിക്കുന്നതിന് വേണ്ടിയിട്ട് ഏതാനും സമയം ഞങ്ങൾക്ക് അനുവദിച്ചു തന്ന ഇതിൻ്റെ സംഘാടകരോട് ആദ്യമായിട്ട് നന്ദി പറയുകയാണ്. ഫയർഫോഴ്സിൻ്റെ സാമൂഹിക പ്രാധാന്യത്തെക്കുറിച്ചുള്ള ഒരു സെക്ഷനാണ്. 1 മണിക്കൂർ സമയമാണ് നമുക്കുള്ളത്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഈ സമയത്ത് നിങ്ങളുമായിട്ട് ഞങ്ങൾക്ക് സംവദിക്കാം. എൻ്റെ പേര് അമീറുദ്ദീൻ, അതുപോലെ ശരത് സാറ്. ഞങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ കോളേജിൻ്റെ തൊട്ടടുത്ത് നിന്നുള്ള മീഞ്ചന്ത ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷനിലെ ആൾക്കാരാണ്, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫയർ സ്റ്റേഷനിലെ ഏതാണ്ട് കാര്യങ്ങളൊക്കെ നല്ല പരിചയം ഉണ്ടാവും, ഡെയിലി കാണുന്ന ആൾക്കാരാണ്. പിന്നെ അവിടുത്തെ പ്രവർത്തന രീതികളൊക്കെ കുറേ പരിചയം ഉണ്ടാവും, ഞങ്ങൾ കോളിൽ പോകുന്നതും അവിടുത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഏതായാലും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് 24 മണിക്കൂറും പ്രവർത്തന സജ്ജമായിട്ടുള്ള ഒരു സേനാ വിഭാഗമാണ് ഫയർഫോഴ്സ്. ഇപ്പോൾ കേരള സർക്കാരിൻ്റെ ആഭ്യന്തര വകുപ്പിന് കീഴിലാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ഞങ്ങളുടെ മോട്ടോ, ഞങ്ങളുടെ ആപ്തവാക്യം തന്നെ ത്രാണായ സേവാമഹ എന്നാണ്. അതായത് വി സേവ് ടു സേവ്, രക്ഷിക്കാൻ ഞങ്ങൾ സന്നദ്ധരാണ്. ഏത് നിമിഷവും, ഏത് സമയത്തും, ഏത് അപകടങ്ങളിലും ഞങ്ങൾ രക്ഷിക്കാൻ സന്നദ്ധരാണ്. എത്ര വലിയ അപകടങ്ങളായാലും ചെറിയ അപകടങ്ങളായാലും നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും പല ദുരന്തങ്ങളും. എത്ര വളരെ നമ്മൾ നിസ്സാരമായിട്ട് കരുതുന്ന വളരെ ചെറിയ അപകടങ്ങൾ മുതൽ വളരെ വലിയ, ഇപ്പോൾ ആയിരക്കണക്കിന് കാഷ്വാലിറ്റി ഉണ്ടാകുന്ന അപകടങ്ങൾ, പ്ലെയിൻ ക്രാഷ് പോലുള്ള അപകടങ്ങൾ വരെ ഫയർഫോഴ്സാണ് ഇപ്പോൾ കേരളത്തിൽ കൈകാര്യം ചെയ്യാനുള്ളൊരു സംവിധാനമുള്ളൂ കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിൽ. അപ്പോൾ നമ്മൾ വളരെ നിസ്സാരമായിട്ട് കരുതുന്ന അപകടങ്ങളുണ്ട്. വീട്ടിൽ നമ്മുടെ അശ്രദ്ധ മൂലം ഉണ്ടാകുന്ന കുറേ അപകടങ്ങൾ. അപ്പം അങ്ങനെ ഏറ്റവും ചെറിയ അപകടങ്ങൾ കൂട്ടത്തിൽ സ്റ്റേഷനിൽ ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നതാണ് കൈവിരലിൽ മോതിരം കൊടുക്കുക. പിന്നെ ചെറിയ കുട്ടികളുണ്ടാവും, നിങ്ങൾ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടാവും, പാത്രങ്ങൾ തലയിലിടുക, ഇഡ്ഡലി തട്ടിൽ വിരൽ കുടുങ്ങുക, പിന്നെ അങ്ങനത്തെ ചെറിയ റിങ്ങുകളൊക്കെ കുട്ടികൾ എവിടെയെങ്കിലുമൊക്കെ വിരലൊക്കെ ഇട്ടിട്ട് അങ്ങനെ കൊടുക്കുക. ഇപ്പം കഴിഞ്ഞ ആഴ്ച വന്നിരുന്നു ഒരു ചെറിയ കുട്ടി ഒരു റിങ് പല്ലിൻ്റെ ഇടയിൽ കുടുക്കിയിട്ട് വന്നു. അപ്പോൾ അതൊന്നും ഡോക്ടർമാരോ അല്ലെങ്കിൽ ഈ ജ്വല്ലറിക്കാരോ ഒന്നും കൈകാര്യം ചെയ്യില്ല, അതൊക്കെ നേരെ ഫയർ സ്റ്റേഷനൊക്കെ വിടുള്ളൂ. അപ്പം അതുപോലെ നമ്മൾ നിസ്സാരമായി തോന്നുന്ന കുറേ കാര്യങ്ങൾ, പക്ഷേ ഒരുപക്ഷെ അതൊക്കെ വലിയ അപകടങ്ങളായി മാറിയേക്കാം. അപ്പം അതുപോലുള്ള അപകടങ്ങൾ. പിന്നെ ഏറ്റവും വലിയ, ഇപ്പോൾ കരിപ്പൂർ പ്ലെയിൻ ക്രാഷ് ഉണ്ടായല്ലോ, ആ സമയത്ത് കോഴിക്കോട് മലപ്പുറം ജില്ലയിലെ എല്ലാ ഫയർഫോഴ്സ് യൂണിറ്റും അവിടെ എത്തി. അത് രൂപത്തിലുള്ള വലിയ അപകടങ്ങൾ വരെ ഫയർഫോഴ്സ് കൈകാര്യം ചെയ്തു. അപ്പോൾ 2019 ഏറ്റവും വലിയ ദുരന്തം കവളപ്പാറ ദുരന്തം, 2024 ചൂരൽമല ദുരന്തം, ഇങ്ങനെ ഒരുപാട് ദുരന്തങ്ങൾ, വലിയ വലിയ ദുരന്തങ്ങളും ഫയർഫോഴ്സ് കൈകാര്യം ചെയ്തു. ഇപ്പോൾ ഒരു 2010 ശേഷം ഒക്കെയാണ് നമ്മൾ കേരളത്തിൽ ഇങ്ങനത്തെ ദുരന്തങ്ങളൊക്കെ നമ്മളിങ്ങനെ അറിയാനൊക്കെ തുടങ്ങി. നമ്മൾ ഒരു സേഫ് സോണിലായിരുന്നു പണ്ട്. ഉരുൾപൊട്ടൽ നമ്മളെ ബാധിക്കൂല, കൊടുങ്കാറ്റ് നമ്മളെ ബാധിക്കൂല, വലിയ വലിയ വെള്ളപ്പൊക്കങ്ങളോ ഒന്നും നമ്മളെ ബാധിക്കാതെ നമ്മളിങ്ങനെ ഒറീസയിലോ ഉത്തരേന്ത്യയില് അവിടെയൊക്കെ ഇങ്ങനെ കേൾക്കുക എന്നല്ലാതെ ഇങ്ങനത്തെ നമ്മൾ ദൈവത്തിന്റെ സ്വന്തം നാടായിട്ട് നമ്മളിങ്ങനെ അഹങ്കരിച്ച് ഇങ്ങനെ നടക്കുകയായിരുന്നു. അതിൻ്റെ ശേഷമാണ് നമുക്ക് ഓക്കി ചുഴലിക്കാറ്റ് വന്നു, പിന്നെ 2018 പ്രളയം വന്നു, 2019 പ്രളയം വന്നു, തുടർച്ചയായിട്ട് പ്രളയങ്ങൾ വന്നു, ഉരുൾപൊട്ടലുകൾ വന്നു. അപ്പോഴാണ് നമ്മുടെ ഇവിടുത്തെ സംവിധാനങ്ങൾ എത്രമാത്രം അതിൻ്റെ കാര്യക്ഷമതയൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങി. അങ്ങനെ ഫയർഫോഴ്സിനെ കുറിച്ച് അന്നാണ് ആൾക്കാർ കേൾക്കാനും അറിയാനും ഒക്കെ കൂടുതലായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പം ഫയർഫോഴ്സിൻ്റെ ജോലികളും ഇങ്ങനത്തെ വലിയ വലിയ ദുരന്തമുഖങ്ങളിലൊക്കെ ഫയർഫോഴ്സും, ഈ ചൂരൽമല ദുരന്തം, കവളപ്പാറ ദുരന്തത്തിലൊക്കെയാണ് ഫയർഫോഴ്സും വലിയ വലിയ ദുരന്തങ്ങൾ അറ്റൻഡ് ചെയ്യാൻ ഫയർഫോഴ്സും അന്ന് മുതലൊക്കെയാണ് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഏതായാലും ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇവിടെ നിങ്ങളുമായിട്ട് സംവദിക്കാം. ഇപ്പോൾ ഫയർഫോഴ്സിനെ നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഇവിടെ ഫയർഫോഴ്സ് എന്നാണ് ഞങ്ങളെ പേര് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഞങ്ങളെ പേര് ശരിക്കും ഇപ്പോൾ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് എന്നാണ്. ഫയർഫോഴ്സ് എന്നുള്ള പേരൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മാറ്റി. പണ്ട് ഫയർ മാത്രമായിരുന്നു ഞങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്.
ഇപ്പല്ല ഒരു 25 വർഷമായിട്ട് അതിൻ്റെ കൂടെ റെസ്ക്യൂ വർക്കുകളൂടി ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. റെസ്ക്യൂ വർക്ക് ഞാൻ പറഞ്ഞു, ഏറ്റവും ചെറിയ നേരത്തെ പറഞ്ഞ മാതിരി മോതിരം മുതൽ ഇങ്ങനത്തെ വലിയ ഉരുൾപൊട്ടൽ, ഈ പ്ലെയിൻ ക്രാഷ് പോലുള്ള സംഭവങ്ങളിലൊക്കെ ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴും ആൾക്കാർക്കൊരു ധാരണ ഉണ്ട് ഫയർഫോഴ്സിൻ്റെ സേവനം പെയ്ഡാണെന്നുള്ളത്. ഫയർഫോഴ്സ് വന്നാൽ പൈസ കൊടുക്കേണ്ടി വരും, അല്ല ബില്ല് കൊടുക്കേണ്ടി വരും. ആ ഒരു ധാരണ ഇപ്പോഴും സമൂഹത്തിൻ്റെ ഇടയിലുണ്ട്. അതുകൊണ്ട് തന്നെ ആൾക്കാർ ഇപ്പോഴും ഫയർഫോഴ്സിനെ വിളിക്കാൻ മടിയാണ്. ഫയർഫോഴ്സിനെ ആരെങ്കിലും എന്തിനാവശ്യത്തിന് വിളിച്ചിട്ടുണ്ടോ? ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ? ഇല്ല. വിളിക്കാതിരിക്കട്ടെ. ഞങ്ങള് ജോലി തുടങ്ങുമ്പോൾ ഫയർമാൻ പ്രയർ എന്നുള്ളൊരു പ്രാർത്ഥന ഉണ്ട്. രാവിലെ എല്ലാ ഫയർഫോഴ്സുകാരും ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങളെ ഡ്യൂട്ടി ആരംഭിക്കല്. ദൈവമേ, കുറേ ഉണ്ട് പ്രാർത്ഥന. ഇന്ന് ഞങ്ങൾക്കൊരു പണിയും ഇല്ലാതിരിക്കട്ടെ എന്നാണ് ഫയർഫോഴ്സുകാർ പ്രാർത്ഥിക്കല്. ഞങ്ങളെ പണി എന്ന് പറഞ്ഞാല് വേറൊരാള് നഷ്ടമായി വരും, അല്ലെ വേറൊരു ദുരന്തമായി വരും, ഒരാളുടെ ജീവനും സ്വത്തിനും നഷ്ടമായി വരും ഒരു ഫയർഫോഴ്സുകാരൻ്റെ ജോലി. ഇപ്പം നിങ്ങൾക്കൊക്കെ അറിയാം, നിരന്തരം വണ്ടികൾ ഇങ്ങനെ പോകും, സ്റ്റേഷനിൽ വണ്ടികൾ നിരന്തരം പോയിക്കൊണ്ടിരിക്കും. അത് ഒന്ന് ഇവിടെ ടൗൺ ആയതുകൊണ്ട് ആക്സിഡന്റ് ഉണ്ടാവും, പിന്നെ തീപിടുത്തം ഉണ്ടാവും, ലക്ഷങ്ങൾ കോടികൾ നഷ്ടമായി വരും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ കുറച്ചു കാലമായിട്ട് ഫയർഫോഴ്സ് കാര്യമായിട്ട് ശ്രദ്ധ ഊന്നിയിരിക്കുന്നത് ബോധവൽക്കരണ പരിപാടികളിൽ, പരിശീലന പരിപാടികൾ, ട്രെയിനിങ് പ്രോഗ്രാമുകളൊക്കെയാണ്. അപ്പം അതിൻ്റെ ഫലമായിട്ട് ഒരുപാട് അപകടങ്ങൾ കുറഞ്ഞിട്ടുണ്ട്, അപകടങ്ങളെ തീവ്രത കുറഞ്ഞിട്ടുണ്ട്. പണ്ടൊക്കെ ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു അപകടം ഉണ്ടെങ്കിൽ ആകെ പാനിക്കായി ഓടി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, ഫയർഫോഴ്സിനെയാണ് വിളിക്കേണ്ടതെന്ന് അറിയില്ല, ഫയർഫോഴ്സിനെ വിളിക്കേണ്ട നമ്പർ അറിയില്ല, വിളിച്ചിട്ട് എങ്ങനെയാണ് ഇൻഫർമേഷൻ കൊടുക്കേണ്ടതെന്ന് അറിയില്ല. പക്ഷെ ഇപ്പോ നിങ്ങൾക്ക് അവിടെ കണ്ടിട്ടുണ്ടാവും, എൽ കെ ജി മുതൽ കോളേജ് തലം വരെയുള്ള കുട്ടികൾ വരും. ഇപ്പൊ മുതിർന്ന ആൾക്കാരനാട്ടിലൊക്കെ ബോധവാന്മാരാണ് LP സ്കൂൾ കുട്ടികളൊക്കെ, നഴ്സറി കുട്ടികളൊക്കെ. അവർ സ്ഥിരം വരും അങ്ങോട്ട്. ഇപ്പം ഈ ഫയറുമായിട്ട് ബന്ധപ്പെട്ട, റെസ്ക്യൂ വർക്കുമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ പാഠഭാഗങ്ങളിലൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് കുറെ ബോധവൽക്കരണ പരിപാടികൾ നടത്തിയത് കൊണ്ട് കുറേയൊക്കെ അപകടങ്ങൾ തീവ്രത കുറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞങ്ങളൊക്കെ സർവീസ് കയറിയ സമയത്തൊന്നും ഇങ്ങനെ ക്ലാസ്സുകളില്ല. ഇപ്പം LKG മുതൽ ഡിഗ്രി വരെ ക്ലാസ്സുകളാണ്, പിന്നെ കുടുംബശ്രീ യൂണിറ്റൊക്കെ സ്ഥിരം ക്ലാസ്സുകളാണ്. ഇപ്പം നമ്മളെ ഈ അടുത്ത പ്രദേശത്തുള്ള ചെറിയ വ്യവസായ യൂണിറ്റുകളുണ്ട്, അതിലൊക്കെ അതിഥി തൊഴിലാളികളാണ്, അവർക്ക് ക്ലാസ്സുകളുണ്ട്. പിന്നെ റെസിഡൻസ് അസോസിയേഷൻ ക്ലാസ്സുകളുണ്ട്, അയൽക്കൂട്ടങ്ങൾ ക്ലാസ്സുകളുണ്ട്. അതിൻ്റെയൊക്കെ ഫലമായിട്ട് ഒരുപാട് അപകടങ്ങൾ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ പണ്ട് ഒരു വ്യവസായശാല കത്തിയാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ആ എക്സ്റ്റിംഗ്വിഷർ അവിടെ കണ്ടിട്ടുണ്ടാവും. എക്സ്റ്റിംഗ്വിഷർ ഇത് എന്താണ് ചെയ്യേണ്ടതെന്നില്ലേ അതിഥി തൊഴിലാളി നിരന്തരമായിട്ടുള്ള ഭാഗമായിട്ട് വിളിക്കേണ്ട നമ്പർ അറിയോ? 101. നിങ്ങൾ ഇവിടുന്ന് വിളിക്കുകയാണെങ്കിൽ കോഴിക്കോട് ടൗണിൽ വിളിക്കുകയാണെങ്കിൽ ബീച്ച് സ്റ്റേഷനിൽ കിട്ടും. അങ്ങനെ ഏതാണ് തൊട്ടടുത്ത സ്റ്റേഷനിൽ അവിടെ ഈ ഇൻഫർമേഷൻ കൊടുക്കണം. ഇപ്പൊ നിങ്ങളുടെ വീട് ടൗൺ ഏരിയയിലാണെങ്കിൽ വലിയ വണ്ടികളൊക്കെ വരും. അപ്പൊ നിങ്ങൾ ഒരു ഇൻഫർമേഷൻ കൊടുക്കുമ്പോൾ അവിടെ നിങ്ങൾ കാണാൻ കഴിയും വാഹനങ്ങളുണ്ടാവും, ചെറിയ വലിയ വാഹനങ്ങൾ. അപ്പൊ നമ്മുടെ വീട്ടിലുള്ള റോഡ് ബസ് റോഡാണെങ്കിൽ മാത്രമേ വലിയ വണ്ടി പോകുള്ളൂ. പെട്ടെന്ന് ഒരാള് കിണറ്റിൽ വീണു, അല്ലെങ്കിൽ ഒരു തീപിടുത്തമുണ്ടായി, അപ്പോൾ ഉടനെ ഫയർഫോഴ്സ് നടത്തണം. വിത്തിൻ മിനിറ്റ്സ്. ഒരു ജീവന്റെ വിലയാണ്. ഒരാൾ ശ്വാസം കിട്ടാതെ കിണറ്റിൽ വീണ് കളിക്കുകയാണെങ്കിൽ മാക്സിമം 2 മിനിറ്റ് അയാൾ മരിക്കും. ഫയർഫോഴ്സ് നടത്തണം, അല്ലെങ്കിൽ നമുക്ക് ഇറങ്ങാൻ സാധിക്കണം. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ജസ്റ്റ് ഒരാൾ ഇവിടെ വെള്ളത്തിൽ മുങ്ങുന്നുണ്ട്, വണ്ടി വരണമെന്ന് പറഞ്ഞാൽ കറക്റ്റ് ഇൻഫർമേഷൻ കൊടുക്കും. വലിയ റോഡാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വലിയ വാഹനങ്ങളായിട്ട് വരും, അല്ലെങ്കിൽ ചെറിയ റോഡാണ്, ജീപ്പ് പോകുന്ന റോഡാണെന്ന് പറഞ്ഞാൽ അതിന് വാഹനങ്ങൾ വരും. കുറേ സ്ഥലങ്ങളിൽ ഞങ്ങൾ അങ്ങനെ എത്തിയിട്ട് തിരിച്ചു വന്ന് ചെറിയ വാഹനങ്ങൾ വന്നിട്ട് തിരിച്ച് പോകുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഒന്ന് ഈ ബോധവൽക്കരണങ്ങളുടെ പരിപാടി ഭാഗമായിട്ട്
ഈ ആൾക്കാരെ ഇങ്ങനത്തെ കുറെ എങ്ങനെയാണ് വിളിക്കേണ്ടത്, ഫയർഫോഴ്സിനെ 101 വിളിക്കണം, എപ്പോഴൊക്കെയാണ് വിളിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് ഇൻഫർമേഷൻ കൊടുക്കേണ്ടത്. ഒരു ദുരന്തം നടക്കുമ്പോൾ അവിടെ ഫസ്റ്റ് റെസ്പോണ്ടന്റ് ആ ദുരന്തം നടക്കുന്ന ആ കൂട്ടത്തിലെ ആൾക്കാരായിരിക്കും. ഈ കോളേജിൽ എന്തെങ്കിലും ഒരു തീപിടുത്തോ എന്തെങ്കിലും ഒരു മരം പൊട്ടി വീണ് ഒരു വാഹനത്തിന്റെ മേലെ വീണ് ബിൽഡിങ്ങിന്റെ മേലെ വീണ് അപ്പോൾ ഒരു കുട്ടികളെ കൂടി, അപ്പോൾ ആ സമയത്ത് ഇവിടുത്തെ ഫസ്റ്റ് റെസ്പോണ്ടന്റ് ആരായിരിക്കും? ഇവിടുത്തെ കുട്ടികളായിരിക്കും, അധ്യാപകരായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഈ അവിടെ ഫസ്റ്റ് റെസ്പോണ്ടൻസിന് നമ്മൾ പരിശീലനം കൊടുക്കുക. അതാണ് ഇപ്പം ഫയർഫോഴ്സ് കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്താണ് അപകട തീവ്രത കുറയും. പണ്ട് ഇപ്പോൾ ഒരു ആക്സിഡന്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ആ നാട്ടുകാരൻ എന്ത് ചെയ്യും? അയാളെ എടുത്തിട്ട് കിട്ടുന്ന വാഹനത്തിൽ കയറ്റിയിട്ട് ഹോസ്പിറ്റലിൽ എത്തിക്കും. അപ്പം ഡെത്തിന്റെ ഡാമേജ് കൂടുള്ളൂ. ഇപ്പം ആക്സിഡന്റ് പറ്റിയ ഒരാൾ ബോധമുള്ള ഒരാൾ തന്നെ പറയും എന്നെ എടുക്കണ്ടെന്ന് പറയും. ആംബുലൻസ് വന്നിട്ട് എന്നെ എടുത്താൽ മതി എന്ന് പറയും. അപ്പോൾ ചിലപ്പോൾ ആംബുലൻസ് കിട്ടൂല. ആംബുലൻസ് കിട്ടിയില്ലെങ്കിൽ നമ്മളെങ്ങനെ ഒരാളെ കൊണ്ടുപോകണം? നമുക്കൊരു ഇംപ്രവൈസ്ഡ് സ്ട്രക്ചർ അപ്പം ഉണ്ടാക്കേണ്ടി വരും. പെട്ടെന്ന് ഒരു നട്ടലിന് പരിക്കേറ്റാത്ത രൂപത്തിൽ അല്ലെങ്കിൽ എല്ലിന് വീണ്ടും മുട്ട് സംഭവിക്കാത്ത രൂപത്തിൽ ഒരാളെ നമ്മൾ കൈകാര്യം ചെയ്യണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് എങ്ങനെയാണ് ഒരു ആംബുലൻസ് ഒരു സ്ട്രക്ചർ എങ്ങനെ ഉണ്ടാക്കണം? ഒരു പുതപ്പ് കിട്ടിയാൽ എങ്ങനെ സ്ട്രക്ചർ ഉണ്ടാക്കണം? ഒരു പലക കിട്ടിയാൽ എങ്ങനെ സ്ട്രക്ചർ ഉണ്ടാക്കണം? എന്നിട്ട് എങ്ങനെ ഒരു സാധാ ജീപ്പിലോ അല്ലെ ഓട്ടോറിക്ഷയിലോ അയാളെ കൊണ്ടുപോകണം? അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമ്മളിപ്പം ഇങ്ങനെ ബോധവൽക്കരണ പരിപാടികളുടെയും പരിശീലനത്തിന്റെ ഭാഗമായിട്ട് ജനങ്ങൾക്ക് ഇങ്ങനെ കൊടുക്കുന്നത് കൊണ്ട് ആൾക്കാർ കുറെ ബോധന്മാരാണ്. പരമാവധി ഒരു ഫയർഫോഴ്സിനെ വിളിക്കും. പിന്നെ അവർക്ക് ഫയർഫോഴ്സിന് അവരെന്നെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് ഫയർഫോഴ്സ് എത്തിയില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ അങ്ങനെ ചെയ്യുന്ന കുറെ കാര്യങ്ങൾ നാട്ടുകാരൻ ചെയ്യുന്നു. അപ്പോൾ ഇപ്പം ഞങ്ങള് 2010 സമയത്തൊക്കെ വീട്ടിലൊരു ഗ്യാസ് ലീക്ക് ഉണ്ടെങ്കിൽ വീട്ടുകാരൊക്കെ ഇറങ്ങിയോട് ഓടും. ഞങ്ങൾ അവിടെ ഫയർഫോഴ്സ് എത്തുമ്പോഴേക്കും വീട്ടുകാർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എല്ലാവരും ഇറങ്ങി ഓടും. കിച്ചണിലൊക്കെ അടുക്കളയിലൊക്കെ ഗ്യാസ് അങ്ങനെ ലീക്കായി കൊണ്ടിരിക്കും. പക്ഷെ ഇപ്പം ആ പ്രശ്നമല്ല. ഇപ്പം വീട്ടുകാർക്ക് തന്നെ അറിയാം ഗ്യാസ് ലീക്ക് ആയാൽ സിലിണ്ടർ കത്തിയാൽ എന്ത് ചെയ്യണമെന്ന് വീട്ടുകാർക്ക് അറിയാം. അവരെ എടുത്തിട്ട് അവർക്ക് അടക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവർ നേരെ ഓപ്പൺ സ്പേസിൽ വെക്കും. അങ്ങനെ ഒരു അപകടമില്ലാതെ കൈകാര്യം ചെയ്യും. അങ്ങനെ എല്ലാ സംഗതിയും അങ്ങനെ. അപ്പോൾ ഫയർ തന്നെയാണെങ്കിൽ ഒരു 95% ഫയറും വളരെ ചെറിയ സ്റ്റാർട്ടിങ് എന്നാണ് തുടങ്ങുന്നത്. ബോംബ് സ്ഫോടനം, ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറി വളരെ അപൂർവം സംഗതികളാണ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ വലിയ ഫയറാവും. അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പം കേൾക്കുന്ന മുട്ടായി തെരുവ് ഫയർ, ഇപ്പൊ കാലിക്കറ്റ് അവിടെ ടെക്സ്റ്റൈൽസ് കത്തി, ഇപ്പൊ കുറച്ച് മുമ്പ് 3 കോടിയുടെ ബോട്ട് കത്തി. ഇതൊക്കെ തുടങ്ങുന്ന ചെറിയൊരു സ്റ്റാർട്ടിങ് ഒരു ഷോർട്ട് സർക്യൂട്ട് ആയിരുന്നു. ഈ ഷോർട്ട് സർക്യൂട്ട് ശ്രദ്ധിക്കൂല. ആ സമയത്ത് ഇതുപോലുള്ളൊരു എക്സ്റ്റിംഗ്വിഷർ ഉപയോഗിക്കാൻ അറിയെങ്കിൽ അത്ര വലിയൊരു അപകടം അവിടെ വെച്ചിട്ട് നമുക്ക് അവസാനിക്കാം. കോടികളാണ് നഷ്ടം വരല്, ഒരുപാട് ജീവനും നഷ്ടപ്പെട്ടു. നിങ്ങൾക്കറിയാം എക്സ്റ്റിംഗ്വിഷർ നിങ്ങൾ കാണാത്ത സ്ഥലങ്ങളുണ്ടാവില്ല അല്ലെ? എല്ലായിടത്തും കാണും. കണ്ടിട്ടില്ലേ? നമ്മൾ ആള് കൂടുന്ന എല്ലാ സ്ഥലങ്ങളിലും കാണും. ഇത് പ്രവർത്തിക്കാൻ അറിയുന്ന എത്ര ആൾക്കാരുണ്ട്? എക്സ്റ്റിംഗ്വിഷർ പ്രവർത്തിക്കാൻ അറിയുന്ന ആൾക്കാരൊന്ന് കൈയൊക്കി. NCC കുറച്ച് ആൾക്കാരുണ്ട്. ബാക്കി ആർക്കും അറിയില്ല. ഉണ്ടല്ലേ എക്സ്റ്റിംഗ്വിഷർ? ഇത് കണ്ടിണോ? എവിടെയൊക്കെ കണ്ടേ? കോളേജിലുണ്ടോ? കോളേജിന്റെ ബസ്സിലുണ്ടോ? ബസ്സിലില്ല. പിന്നെ ഓഫീസിലുണ്ടാവൂലേ? നിങ്ങൾക്ക് എടുക്കാൻ കിട്ടുമോ? അതോ പ്രിൻസിപ്പാളിന്റെ റൂം കൂട്ടിയിട്ടാ? കിട്ടും. പിന്നെ ബസ്സിലുണ്ടാവും, ട്രെയിനിലുണ്ടാവും, മാളുകളിലുണ്ടാവും അല്ലെ? സിനിമകളിലുണ്ടാവും. അപ്പൊ കഴിഞ്ഞ കാലിക്കറ്റ് കത്തി ഓർമ്മ നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം ഷോർട്ട് സർക്യൂട്ട് കിട്ടാന്നാ പറഞ്ഞത്. ഇത്രയോ കോടികളെ നഷ്ടം. അപ്പൊ ആ സമയത്ത് ഇത് ഉപയോഗിക്കാൻ അറിയുന്ന ഒരാളുണ്ടെങ്കിൽ, എക്സ്റ്റിംഗ്വിഷർ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ അത് അവിടെ അവസാനിപ്പിക്കാം ആ തീ. കഴിഞ്ഞ വർഷം ബേപ്പൂർ ബോട്ട് കത്തി, 3 കോടിയുടെ ബോട്ട് 11 മണിക്ക് കത്തല് തുടങ്ങിയിട്ട് രാവിലെ പുലർച്ചെ 5 മണി വരെ കത്തി. അവിടുത്തെ ജീവനക്കാര് 2 PVC പൈപ്പ് ഉരുക്കി ഒട്ടിച്ചതാണ്. അപ്പോൾ ഒരു തീന്റെ പൊരി നേരെ വീണത് ബാറ്ററിന്റെ മേൽക്കായിരുന്നു. അപ്പോൾ ബാറ്ററി തീ പിടിച്ചു. അപ്പോൾ എക്സ്റ്റിംഗ്വിഷർ ബോട്ടിലില്ലായിരുന്നു. അവർ തല്ലി കെട്ടാൻ നോക്കി, പക്ഷെ കെട്ടില്ല. പിന്നെ തീ ആളി ബാറ്ററി പൊട്ടി വെള്ളത്തിൽ ചാടി അവർ രക്ഷപ്പെട്ടു. അങ്ങനെ ബോട്ടിന് തീ പിടിച്ചു. ബോട്ട് പുലർച്ചെ 5 മണി വരെ കത്തി. ഫയർഫോഴ്സ് എത്തി, കരക്കലെത്തി നിൽക്കുകയാണ് ഫയർഫോഴ്സ്.
ജങ്കാറ് ആള് പോയിന്, ജങ്കാറിന്റെ ഡ്രൈവർ. അങ്ങനെ അയാൾ വന്ന് രാത്രി 2 മണിക്കാറ് ജങ്കാറ് ഓടുന്ന ആൾ ബോട്ടിലെത്തുന്നത്. അങ്ങനെ 2 മണിക്ക് ഫയർഫോഴ്സിന്റെ 2 വണ്ടി ജങ്കാറിൽ കയറ്റി ഈ ബോട്ടിന്റെ അടുത്ത് എത്തിച്ചിട്ടാണ് പിന്നെ ഫയർ ഫൈറ്റിംഗ് ഞങ്ങൾ തുടങ്ങുന്നത്. അപ്പോൾ ആ കഴിഞ്ഞ ഉടനെ തന്നെ അടുത്ത ആഴ്ച എല്ലാ ബോട്ടിന്റെ തൊഴിലാളികളെയും വിളിച്ച്, ഓണർമാരെ വിളിച്ചിട്ട് എയർപോർട്ട് തുറമുഖ ട്രസ്റ്റിന്റെ കീഴിൽ നല്ല പരിശീലനം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ബോധവൽക്കരണത്തിന്റെ ഫലമായി കൊണ്ട് ഒരുപാട് അപകടങ്ങളുടെ തീവ്രത കുറഞ്ഞു, ഇതിനൊക്കെ നഷ്ടം കുറഞ്ഞു. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇങ്ങനത്തെ ക്ലാസ്സുകൾ, ബോധവൽക്കരണ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് കുറെ നല്ല ഫസ്റ്റ് റെസ്പോണ്ടിനെ സൃഷ്ടിക്കുക. അതാണ് ഇപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ചൊരു സെമി വളണ്ടിയർ കുറെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നാൽ നമുക്ക് അപകടങ്ങളുടെ തീവ്രത പരമാവധി കുറക്കാം. അപ്പോൾ ഫസ്റ്റ് ഇപ്പോൾ നമുക്ക് വളരെ സമയം കുറവാണ്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ, സിലിണ്ടർ ഇവിടെ ഉണ്ട്, പിന്നെ എക്സ്റ്റിങ്ക്വിഷർ ഉണ്ട്, പിന്നെ ഫസ്റ്റ് എയ്ഡ്, കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണെന്നുള്ളത്. ഇപ്പോൾ സിലിണ്ടർ ഇപ്പോൾ എല്ലാവരും വീട്ടിലും സിലിണ്ടർ ഉണ്ടാവും. ആ വിറക് നമ്മുടെ എന്തൊക്കെ ചെറുപ്പത്തിൽ വീട്ടിലൊക്കെ എല്ലാവരും വീട്ടിലും വിറകടുപ്പായിരുന്നു. ആ കാലഘട്ടം കഴിഞ്ഞു. സിലിണ്ടറാണ്, എല്ലാവരും വളരെ സൗകര്യമാണ്. അപകട സാധ്യത കുറവാണ്. പക്ഷെ അപകടം ഉണ്ടായാൽ ഒരു വൻ ദുരന്തമായിരിക്കും അവിടെ നടക്കുന്നത്. വിറകടുപ്പാണെങ്കിൽ ചെറിയ തീപിടുത്തത്തിൽ പോലെ കൊടുക്കും. പക്ഷെ ഇത് വിറകടുപ്പിനാട്ടിലും തീപിടുത്ത സാധ്യത കുറവാണ്, സുരക്ഷിതമാണ്. പക്ഷെ തീപിടുത്തം ഉണ്ടായാലോ, അശ്രദ്ധ മൂലമാണ് നമ്മുടെ തീപിടുത്തം ഉണ്ടായാലും ഒരു വൻ ദുരന്തം അവിടെ സംഭവിക്കും. അപ്പൊ ഇത് എങ്ങനെ കൈകാര്യം ചെയ്യാന്നുള്ള ഏതാനും കാര്യങ്ങൾ നമുക്ക് നോക്കാം. എല്ലാവരും കിച്ചണിൽ പണിയെടുക്കുന്ന ആൾക്കാരല്ലേ? എല്ലാവരും കിച്ചണിൽ പണിയെടുക്കും. അത്യാവശ്യം ഗ്യാസ് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണ്. പിന്നെ ഈ അപകടങ്ങൾ അധികം ഉണ്ടായാലും നമ്മൾ അശ്രദ്ധ മൂലമാണ്, അശ്രദ്ധ മൂലമാണ് ഉണ്ടാവും. അല്ലാതെ ഇതിന്റെ നിർമ്മാണത്തിലുള്ള ഫാൾട്ട് കൊണ്ട് അപകടം ഉണ്ടാവില്ല. അത്ര കണ്ടീഷനായിട്ടാണ് ഒരു സിലിണ്ടർ കമ്പനി ഇറക്കുള്ളൂ. ഇത്ര സുരക്ഷിതമായിട്ട് എല്ലാ ടെസ്റ്റും കഴിഞ്ഞിട്ട് ഇത് കമ്പനി ഇറക്കുള്ളൂ. അതുകൊണ്ട് നമ്മുടെ പലപ്പോഴും അശ്രദ്ധ മൂലമാണ് വൻ ദുരന്തങ്ങൾ ഉണ്ടായത്. അപ്പോൾ സിലിണ്ടർ എല്ലാവരും വീട്ടിൽ സിലിണ്ടർ ഉണ്ടല്ലോ അല്ലേ? എല്ലാവരും കൈകാര്യം ചെയ്യലുണ്ട്. ഈ സിലിണ്ടർ കിച്ചണില് പാചകം കഴിഞ്ഞാല് ഓഫാക്കുന്ന എത്ര ആൾക്കാരുണ്ട്? രാത്രി കറക്റ്റ് എല്ലാവരും ഓഫാക്കും. ഓക്കെ, വെരി ഗുഡ്. ഇത് എവിടെയാണ് വെച്ചിട്ടുള്ളത്? വീട്ടില് ഉള്ളിലാണോ പുറത്താണോ? ഉള്ളില്. ഇപ്പൊ ഉണ്ടാക്കുന്ന വീടുകളിലൊക്കെ പുറത്താണ് വെക്കുക, അധികം പുറത്ത് വെക്കും. അപ്പൊ പുറത്ത് വെക്കുന്നവരോട് എന്തുകൊണ്ട് നമ്മള് സിലിണ്ടറിന് ലീക്ക് ഉണ്ടെങ്കിൽ അതിങ്ങനെ ലീക്കായിട്ട് ഡൈല്യൂട്ടായി പോയിക്കോളും, ഓപ്പൺ എയറിൽ ഡൈല്യൂട്ടായി പോയിക്കോളും. പക്ഷെ വീടിന്റെ അകത്താണെങ്കിലോ, വീടിന്റെ ആണെങ്കിൽ ഇതിനൊരു പ്രത്യേകത ഉണ്ട്. LPG, ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്. ഇത് നമ്മുടെ അന്തരീക്ഷ വായുവിനാട്ടിലും വെയിറ്റ് കൂടുതലാണ്. നമ്മൾ ഹൈഡ്രജൻ വായു കണ്ടില്ലേ? ഹൈഡ്രജൻ വായു എന്തുകൊണ്ടാണ് മേലേക്ക് പോണേ? നമ്മുടെ വെയിറ്റ് കുറവാണ് അന്തരീക്ഷ വായുവിനാട്ടിലും. പക്ഷെ ഇത് ലീക്കായാൽ നേരെ താഴത്തേക്ക് വരുള്ളൂ, മേലേക്ക് പോവില്ല. ഇപ്പൊ നമ്മള് റൂമൊക്കെ അടച്ചിട്ട് പോയി, വീട്ടില് റൂമൊക്കെ അടച്ചിട്ട് വാതിലൊക്കെ ഇവിടെ കടച്ച് നമ്മൾ പുറത്തെങ്ങോട്ടോ ഇരുന്ന് പോയി, നമ്മുടെ ടൗണിലേക്ക് പോയി, രാവിലെ പോയി. പക്ഷെ എങ്ങനെങ്കിലും ഇപ്പൊ ലീക്ക് വന്നു, റെഗുലേറ്റർ തകരാറോ അല്ലെങ്കിൽ ആ വള്ളിന്റെ പ്രശ്നം കൊണ്ട് ലീക്ക് വന്നു. അപ്പം നമ്മൾ ജനലും വാതിലൊക്കെ അടച്ചിട്ടു. ഈ LPG ഗ്യാസ് ലീക്ക് വന്നു, നേരെ താഴത്തേക്ക് വരും, ഫുള്ള് താഴത്തേക്ക്, മേലേക്ക് പോകില്ല. അപ്പോൾ നമ്മൾ ഇതിന്റെ ഡിറ്റക്ടർ വെച്ച് നോക്കും, ഇതിന്റെ അളവ് എത്രയെന്നില്ലേ? ഏറ്റവും നിലത്ത് മുട്ടിച്ച് നോക്കും ഇതിന്റെ അളവില്ല. അപ്പൊ ഏറ്റവും അടിയിലേ ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ ഇത് അറിയാതെ വീട്ടിലാണെങ്കിൽ നമുക്കറിയാം അല്ലേ? ഇതിന്റെ സ്മെല്ല് കിട്ടാനും വേണ്ടിയിട്ട് ഒരു സാധനം ചേർക്കില്ല. എന്താണ്? ഇതേൽ മെർക്യാപ്റ്റാൻ ചേർക്കും. അതുകൊണ്ട് വീട്ടിൽ നമ്മൾ അറിയും. പക്ഷെ നിങ്ങളെ മുന്നിലും ഇപ്പൊ കോളേജിന്റെ മുന്നിൽ ഒരു LPG ടാങ്കർ അപകടം ഉണ്ടായി. അതിൽ ഇതിൽ മെർക്യാപ്റ്റാൻ ഉണ്ടാവില്ല, നമുക്ക് സ്മെല്ല് അറിയില്ല അത് എവിടെയൊക്കെ എത്തിയെന്നുള്ളത്. അപ്പം സാധാരണ 2 കിലോമീറ്റർ ചുറ്റളവിൽ ആളാണ് ഒഴിപ്പിക്കും. 2 കിലോമീറ്റർ ചുറ്റളവിൽ ആൾ ഒഴിപ്പിക്കും. ഇതിനൊരു പ്രത്യേകത ഉണ്ട്. ഇത് അന്തരീക്ഷത്തിൽ വ്യാപിച്ചാൽ ഇത് ഓരോ ക്ലൗഡ് രൂപത്തിൽ ഓരോ സ്ഥലത്ത് ഇങ്ങനെ പോയി നിൽക്കും.
ഇവിടെ ഒരു ക്ലൗഡ് ഉണ്ടാവും. നമുക്ക് ആകാശത്തിലെ ക്ലൗഡ് നമുക്ക് കാണാം, മേഘങ്ങൾ കാണാം. അതേ രൂപത്തിൽ ഏറ്റവും അടിയിൽ ഇവിടെ ഒരു ക്ലൗഡ് ഉണ്ടാവും. നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല, സ്മെല്ലും ഉണ്ടാവില്ല, ഇവിടെ എല്ലാം അറിയില്ല. ഒരു ക്ലൗഡ് അവിടെ ഉണ്ടാവും, ഒരു ക്ലൗഡ് ഇവിടെ ഉണ്ടാവും. അപ്പം ഈ ക്ലൗഡിനെ നമുക്ക് കണ്ടുകൊണ്ട് കാണാനേ കഴിയില്ല. അപ്പൊ ഇതിന്റെ സാന്നിധ്യം അറിയണമെങ്കിൽ ഇതിന്റെ ഡിറ്റക്ടർ വെച്ച് നോക്കണം എവിടെയൊക്കെ ഉള്ളത് എന്നുള്ളത്. ആ സമയത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കൊല്ലത്ത് ഒരു ചാല ഗ്യാസ് ടാങ്കർ ദുരന്തം കുറച്ച് മുമ്പാണ്. നിങ്ങളൊക്കെ ഒരു വർഷം ചെറിയ കുട്ടികളായിരിക്കും. എൻ്റെ ഫയർഫോഴ്സുകാർ മരിച്ചു. ഈ ടാങ്കർ വാതകം ചോറിൽ നിന്ന് അറിഞ്ഞ ഉടനെ തന്നെ SI പോലീസുകാരടുത്ത് ഫയർഫോഴ്സ് അടുത്ത് ഇപ്പൊ ലീക്ക് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ളൂ. പിന്നെ പോലീസ് തിരിച്ചു പോകാനും വേണ്ടിയിട്ട് ജീപ്പ് നിർത്തിയ സ്ഥലത്ത് പോലീസ് വന്ന സമയത്ത് ഗ്യാസ് എത്തിയിട്ടില്ല. പക്ഷെ അവിടെ എത്തി കുറച്ച് സമയമാകുമ്പോഴത്തേക്ക് ഗ്യാസ് ആ സ്ഥലങ്ങളിലൊക്കെ വ്യാപിച്ചു. പോലീസ് ജീപ്പ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അവിടെ ഗ്യാസ് എത്തി. ഗ്യാസ് ജീപ്പ് കത്തി പൊട്ടി തെറിച്ച് 2 നില ക്ലൗഡ് ഉണ്ട്, ഓരോ ക്ലൗഡ്. അവിടെ ഒരു പൊട്ടിത്തെറിയായിരുന്നു, ഇവിടെ ഒരു പൊട്ടിത്തെറിയായിരുന്നു. ക്ലൗഡുകളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ചെറിയ ഈ ഗ്യാസിന് തന്നെ ഒരു രേഖ ഉണ്ടാവും. ഇങ്ങനെ പൊട്ടിത്തെറിച്ച് വൻ ദുരന്തം ഉണ്ടാവും. അപ്പോൾ ഈ പുറത്ത് LPG ലീക്ക് ഉണ്ടായാലും നമുക്ക് അറിയില്ല, ഡിറ്റക്ടർ വന്ന് മാത്രമേ നമുക്ക് അറിയൂ. പക്ഷെ വീട്ടിലാണെങ്കിൽ നമുക്ക് അറിയാം LPG ഇതിൽ മറക്കാൻ എന്നുള്ള ഒരു രാസവസ്തു ചേർക്കും നമുക്കറിയാം. അങ്ങനെ നമ്മൾ വീട്ടിൽ എത്തി അപ്പം നമുക്ക് ഈ സ്മെല്ല് കിട്ടും. അപ്പോൾ നമ്മൾ വീട് തുറന്നാൽ നമ്മുടെ ഷൂട്ട് ഒരു മണൽത്തരി മതി. നമ്മുടെ ടൈൽസിലോ അല്ലെങ്കിൽ മാർബിളോ എന്തെങ്കിലും ഒരു മണൽത്തരി മതി. ഷൂ മണൽത്തരി. നമ്മൾ എപ്പോഴും പലപ്പോഴും സ്പാർക്ക് ഉണ്ടാവും. നമ്മൾ കാണായിട്ടാണ് കല്ലുകളോ എന്തെങ്കിലും ലോഹങ്ങളൊക്കെ വരുമ്പോൾ ചെറിയ സ്പാർക്ക് ഉണ്ടാവും, നമ്മൾ ശ്രദ്ധിക്കില്ല. പക്ഷെ ആ സമയത്ത് 2:9 എന്നുള്ള ഒരു റേഷ്യോയിലെത്തണം. അന്തരീക്ഷവായു ഈ LPG എങ്കിലേ കത്തുള്ളൂ. ജസ്റ്റ് ലീക്കായി കത്തൂല. അപ്പോൾ ഈ മണൽത്തരി ഉണ്ടായി ഇതൊക്കെ നടക്കും. നമ്മുടെ ഷൂ മണൽത്തരി എന്നുള്ള ആ ഒരു നിമിഷം മതി, സ്പാർക്ക് ഉണ്ടാവും, കത്തും. ആ സമയത്ത് വീട്ടിലെ LPG ലീക്കായതുകൊണ്ട് നമുക്ക് സ്മെല്ല് കിട്ടുമ്പോൾ നമ്മൾ വീട്ടിലെത്തിയാൽ വളരെ പതുക്കെ നമ്മുടെ വാതിലും ജനലും കുളത്തൊക്കെ ഇരുമ്പിൻ്റെതായിരിക്കും. അപ്പം വളരെ പതുക്കെ നമ്മൾ വെള്ളത്തോടെ നനച്ചുകൊണ്ട് തുറന്നിട്ട് ഉള്ളിൽ കയറിയിട്ട് പതുക്കെ നടക്കണം. പതുക്കെ നടന്നിട്ട് ഈ LPG എവിടെ ആയിരിക്കും ഉണ്ടായാല് താഴെ ആയിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്തിക്കല്, മേലെ ആയിരുന്നില്ല. അപ്പൊ നമ്മള് ജനല കുറച്ച് ഹൈറ്റിലായി വരില്ല, വീടിന്റെ ചുമരിന്റെ പിന്നെ വാതിലുണ്ടായാലും വാതിൽ തുറന്നിടുക, ജനലൊക്കെ തുറന്നിടുക, കുളത്തൊക്കെ നനഞ്ഞ തുണിനോണ്ട് പിടിച്ചിട്ട് പതുക്കെ തുറന്നിടുക. അപ്പം ലൈറ്റ് ഇടാൻ പറ്റുമോ? ലൈറ്റ് ഇടാൻ പറ്റൂല. അപ്പം ചിലപ്പോൾ നമ്മള് ഓഫാക്കാൻ മറന്ന ലൈറ്റ് ഉണ്ടാവും. ഓഫാക്കാൻ പാടുണ്ടോ? ഇല്ല. അപ്പം ഓണായി കിടക്കുന്നത് ഓഫാക്കാനും പറ്റൂല, ഓഫായത് ഓണാക്കാനും പറ്റൂല. വൈദ്യുതി ഒന്നും ചെയ്യാൻ പാടില്ല. എന്നിട്ട് നമ്മള് പതുക്കെ കയറിയിട്ട് നമ്മുടെ വാതില് ജനല് ഒക്കെ തുറന്നിട്ടിട്ട് നമ്മുടെ വലിയ പണ്ട് മുറം ഉണ്ടാവില്ല വീട്ടില്, ഈ മുറം പോലെ സാധനങ്ങൾ എടുത്തിട്ട് എല്ലാം അടിച്ച് ഒഴിവാക്കണം. എന്നിട്ട് റെഗുലേറ്റർ എടുത്ത് ഓഫ് ചെയ്യുക. എന്നിട്ട് എല്ലാം എടുത്തിട്ട് പുറത്തേക്ക് വെക്കുക. വാതിലും ജനലൊക്കെ തുറന്നിട്ട് അതിങ്ങനെ നേരെ കുറെ ഡൈല്യൂട്ടായി പോയിക്കോളും. പിന്നെ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ വളരെ സിമ്പിളാണ്. നമ്മളെ ഏറ്റവും നല്ലൊരു ഫ്രണ്ട്ലി തന്നെ പറകിനാട്ടിയിലും. പക്ഷേ ദുരന്തം ഉണ്ടാകുമ്പോഴാണ് ഇതിന്റെ പ്രശ്നം. അപ്പോൾ ഇനി നമുക്ക് കത്തുന്ന സിലിണ്ടർ ആണെങ്കിൽ നോ പ്രോബ്ലം, നമുക്കത് എടുത്ത് കൈകാര്യം ചെയ്യാം. എടുത്തിട്ട് പുറത്തുകൂടെ കൊണ്ടുപോയിട്ടാൽ മതി. ഇത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടുന്ന് ഇങ്ങനെ കത്തിപ്പോവുകയാണെങ്കിൽ, മേലെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ കത്തിപ്പോവുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ല, അതങ്ങനെ കത്തി തീർന്നു പോയിക്കോളും. പക്ഷെ ഇത് കത്തിപ്പിടിക്കാൻ ചുറ്റും എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടെങ്കിൽ, ഇപ്പൊ ഇതിന്റെ തൊട്ടടുത്ത് ചിലപ്പോൾ വിറകൊക്കെ ഉണ്ടാവും, ഇത് കത്തിയിട്ട് ചുറ്റിലും എന്തെങ്കിലും കത്തിപ്പിടിക്കാൻ വേറെ സാധനങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങനെയാണ് നമുക്ക് ദുരന്തം സംഭവിക്കുന്നത്. അപ്പൊ ഇവിടുന്ന് എത്ര കത്തി ഫയറുണ്ടായാലും നോ പ്രോബ്ലം, കത്തി തീർന്നു പോയിക്കോളും. ഈ ഭാഗത്ത് ഇതിന്റെ പുറം ഭാഗത്ത് ഫയർ പറ്റിയാൽ ഉള്ളില് LPG ഗ്യാസാണ്. ഗ്യാസ് സ്റ്റേറ്റിലെ ഒരു സാധനം ലിക്വിഡ് സ്റ്റേറ്റിൽ സപ്രസ് ചെയ്ത് വെച്ചാണ്. അപ്പം ഹൈ ടെമ്പറേച്ചറിൽ
നല്ല മർദ്ദത്തിൽ സപ്രസ് ചെയ്ത് വെച്ച ഈ സാധനം ഇപ്പൊ ലിക്വിഡ് രൂപത്തിൽ അതിലുള്ളത്. ഇത് ലിക്വിഡ് രൂപത്തിലുള്ള ഈ LPG ഗ്യാസ് സ്റ്റേറ്റിലേക്ക് മാറും. ചൂടാവുമ്പോൾ തിളക്കാൻ തുടങ്ങും. എത്ര മടങ്ങാൻ തിളക്കുമ്പോൾ 250 മടങ്ങ്. ഇതിലുള്ള നമ്മളിപ്പോൾ സ്റ്റൗ ഓണാക്കുമ്പോൾ ഒരു തുള്ളി ലിക്വിഡ് LPG പുറത്ത് വരുമ്പോൾ 250 തുള്ളി ഗ്യാസ് LPG ആയി മാറും. അത്രയും സപ്രസ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഇത് തിളക്കുമ്പോൾ 250 മടങ്ങാവും. ഇതിൽ ഉൾക്കൊള്ളാൻ കഴിയൂല. അങ്ങനെയാണ് ഈ പൊട്ടിത്തെറി സംഭവിക്കുന്നത്. ഇപ്പൊ കിച്ചന്റെ പുറത്താണെങ്കിൽ പുതിയ വീടുകളിലൊക്കെ കിച്ചന്റെ പുറത്താണ് സൂക്ഷിക്കുന്നത്. അത് ചുറ്റുപാടിലൊന്നും കത്താനുണ്ടെങ്കിൽ ഇത് കത്തി തീർന്ന് പോയിക്കോളും. പക്ഷെ കിച്ചന്റെ ഉള്ളിലാവുമ്പോൾ ഇത് കത്തി പിടിക്കാൻ വേറെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. ഞങ്ങൾ ഒരു കേസ് അറ്റൻഡ് ചെയ്ത് ഇതിന്റെ തൊട്ടടുത്ത് വാഷിംഗ് മെഷീൻ ഉണ്ടായിരുന്നു. വാഷിംഗ് മെഷീന് ഷോർട്ട് സർക്യൂട്ട് മൂലം വാഷിംഗ് മെഷീൻ കത്തി അലക്കാനിലെ കുറെ തുണികൾ വാഷിംഗ് മെഷീന് മേലുണ്ടായിരുന്നു. അത് കത്തി, വാഷിംഗ് മെഷീൻ കത്തി. സിലിണ്ടറിനൊന്നും സംഭവിച്ചില്ല. നിറച്ച് കൊണ്ടുപോയി വെച്ച ഒരു വേറെ സിലിണ്ടർ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ സിലിണ്ടറിന്റെ പുറംഭാഗം ചൂടായി. പുറംഭാഗം ചൂടാകുമ്പോൾ എന്താവും? ഇത് അടച്ചിട്ട് ലിക്വിഡ് സ്റ്റേറ്റിലുള്ള ഈ LPG ഗ്യാസ് സ്റ്റേറ്റിലേക്ക് മാറും. അങ്ങനെ 250 മടങ്ങ് ഗ്യാസ് സ്റ്റേറ്റിലേക്ക് വർദ്ധിക്കും. അങ്ങനെ അത് പൊട്ടിത്തെറിച്ചു. ഒരു 2 നില വീട് തകരും. പൊട്ടിത്തെറിച്ചത് കിച്ചണിൽ പൊട്ടിത്തെറിച്ചു. കിച്ചണിന്റെ ഒരു ചുമര് ഡൈനിങ് ഹാളിൽ വീണു. എല്ലാ ജനലും വാതിലും ഇളകി വീണു. പിന്നെ കിച്ചണിലെ എല്ലാ സാധനങ്ങളും നശിച്ചു. അപ്പം സൗകര്യങ്ങൾ കൂടുന്നതിനനുസരിച്ച് നമ്മുടെ അപകടങ്ങളെ വർദ്ധിക്കാനുള്ള സാഹചര്യങ്ങളും കൂടാണ്. പണ്ട് കാലത്ത് നമ്മുടെ വീടുകളിലൊക്കെ സൗകര്യങ്ങൾ കുറവായിരുന്നു. അതുകൊണ്ട് അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യം കുറവായിരുന്നു. സൗകര്യങ്ങൾ വർദ്ധിക്കുന്നതനുസരിച്ച് അപകടങ്ങളുടെ തീവ്രത കൂടും. അപ്പം വാഹനങ്ങൾ പണ്ട് വീടുകളിലായിരുന്നു. ഇപ്പോൾ 2-3 വാഹനങ്ങളായി. വാഹന അപകടങ്ങൾ വർദ്ധിക്കാനുള്ള സാഹചര്യം കൂടുതലാണ്. ഇപ്പോൾ 2-3 ഗ്യാസ് സ്റ്റൗ കുടുംബത്തിലായി കൂടും. അങ്ങനെ സൗകര്യങ്ങൾ കൂടുമ്പോൾ ഇലക്ട്രിക് ഉപകരണങ്ങൾ വീടുകളിലായിരുന്നു. ഇപ്പോൾ ഫുള്ള് എല്ലാത്തിനും ഇലക്ട്രിക് ഉപകരണങ്ങളാണ്. ആ ഒരു അപകടങ്ങൾ വർദ്ധിക്കാനായി. അപ്പോൾ സൗകര്യങ്ങൾ കൂടി നമ്മുടെ ശ്രദ്ധയും ഇതിൻ്റെ കൂട്ടത്തിൽ കൂടണം. ശ്രദ്ധയും കൂടിയാൽ മാത്രമേ ചെറിയ സ്റ്റാർട്ടിംഗ് ആയിരിക്കും ഉണ്ടായാൽ നമ്മൾ നിസ്സാരമായി കരുതുന്ന ഇതായിരിക്കും വലിയ ഒരു അപകടമായിട്ട് മാറൽ. അപ്പം കരുതുക, സൂക്ഷിക്കുക. ഇതിനെ പറ്റിയൊക്കെ ഒരു ബോധവൽക്കരണം നമുക്ക് അറിഞ്ഞിരിക്കണം. നമ്മുടെ കൂട്ടത്തിലുള്ള മറ്റാൾക്കാർക്ക് പറഞ്ഞു കൊടുക്കണം. എങ്കിലേ നമുക്ക് ഈ അപകടം രക്ഷപ്പെടാൻ കഴിയുള്ളൂ. അപ്പോൾ ഗ്യാസ് ഒന്ന് കത്തിച്ചിട്ട് ജസ്റ്റ് എങ്ങനെ ഒരു സിലിണ്ടർ എങ്ങനെ കത്തുന്ന സിലിണ്ടർ എങ്ങനെ കൈകാര്യം ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പോൾ വേറെ സംഗതി, ഇപ്പോൾ റെഗുലേറ്റർ ഇവിടെ ഉണ്ട് വീട്ടിൽ. നിങ്ങൾ യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോ കണ്ടിട്ടുണ്ടാവും. കത്തുന്ന സിലിണ്ടർ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളൊക്കെ നിങ്ങൾ കുറേ കാര്യങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതൊരു റെഗുലേറ്ററാണ്. ഇങ്ങനെ റെഗുലേറ്റർ വീട്ടിൽ കത്തുകയാണെങ്കിൽ ഇതേമാതിരി റെഗുലേറ്റർ ഉണ്ടാവുമോ? ഇല്ല. റെഗുലേറ്റർ ഇങ്ങനെ ഉരുക്കി പോയിട്ടുണ്ടാവും, ഉരുക്കി ഇട്ടിട്ടുണ്ടാവും. ആ സമയത്ത് നമുക്ക് വാൾവ് ഉണ്ടല്ലോ, വാൾവ് ഓഫ് ചെയ്യാൻ കഴിയെങ്കിൽ ഓഫ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അടിച്ചു കെടുത്തുന്ന സംവിധാനം കണ്ടിട്ടില്ലേ? അടിച്ചു കെടുത്തുക. അല്ലെങ്കിൽ ഇതാ ഇവിടെ ഗ്ലൗസ് എന്തെങ്കിലും ഇട്ടിട്ട് പിടിച്ചിട്ട് മെല്ലെ പുറത്തേക്ക് തട്ടിയിടുക. അപ്പൊ ഇത് കത്തുകയാണെങ്കിൽ ഈ കത്തി പിടിക്കാനുള്ള വേറെ സാഹചര്യം ഒഴിവാക്കുക. എങ്കിൽ കുറ്റി സേഫാണ്. കത്തിനെ കുറ്റിയിട്ട് പുറത്ത് കിട്ടാൻ മതി, അത് കത്തി തീർന്ന് പോയിക്കോളും. ഇതിന്റെ ഈ പുറംഭാഗം, ഈ പുറംബോഡി ചൂടായാൽ മാത്രമാണ് ഇതിന് അപകടം. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇവിടെ ഒരു വെൽഡിങ് ഉണ്ടോ? വെൽഡിങ് റൗണ്ടില് സീ വെൽഡിങ് എന്ന് പറയും. ഈ വെൽഡിങ് ഇവിടെയാണ് പൊട്ടൽ. എന്നിട്ട് പൊട്ടിയിട്ട് അതിന് മടിയിലാണ് ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുള്ളത്. ഇവിടെ നേരെ മേലക്കാട് പോകും. അടക്കം തകർത്ത് തരിപ്പണായി പോകും. അപ്പം ഇത് പൊട്ടി നമ്മൾ വിചാരിച്ച മാതിരി പൊട്ടിച്ചകറൂല. ഇവിടെ പൊട്ടി ഇങ്ങനെ സുരക്ഷാ സംവിധാനത്തിന് ഇങ്ങനെ പൊട്ടാണ് നേരെ മേലെ പൊട്ടാനും മടിക്കാണ് ഇതിങ്ങനെ വെച്ചിട്ടുള്ളത്. അപ്പം ഒന്ന് ജസ്റ്റ് വെച്ചിട്ട് സിലിണ്ടർ എങ്ങനെ നോക്കാം. ഓഫ് ചെയ്താൽ മതി. റെഗുലേറ്ററൊക്കെ ഉരുകി റെഗുലേറ്റർ ഇല്ല പൊട്ടിപ്പോയി, എന്താ അപകടം പറ്റി. ആ സമയത്ത് എങ്ങനെ ഓണാക്കാൻ നോക്കാം. തൊട്ടാല് ഈ സമയത്ത് ഇപ്പൊ തണുപ്പാണ് ഇവിടെ താഴെ ഭാഗത്ത്. സിലിണ്ടർ എന്താണ്? സിലിണ്ടർ ചൂടായില്ല, സിലിണ്ടർ തണുപ്പാണ്. ആ സമയത്ത് നമുക്ക് സിലിണ്ടറിന് അടിഭാഗം ഇവിടെ എവിടെയെങ്കിലും പിടിച്ചിട്ട് പുറത്ത് കൊണ്ടുപോയിട്ടാൽ മതി. മനസ്സിലായല്ലോ. ഇനി പിന്നെ
നമ്മളെ എല്ലാ വീട്ടിലും ഉണ്ടാവും, പുതപ്പുണ്ടാവും, ബ്ലാങ്കറ്റ് ഉണ്ടാവും, ചാക്കൊക്കെ ഉണ്ടാവും. അത് നനച്ചിട്ട് അടിച്ചാലും മതി. നനച്ചിട്ട് അടിക്കണം, അല്ല നനച്ചിട്ട് നമ്മൾ വീഡിയോ കണ്ടിട്ടുണ്ടോ? നനച്ചിട്ട് നനക്കണം. എന്തിനാ നനക്കണേ? എന്തിനാ? നനക്കാതെ ചെയ്താൽ എന്താ സംഭവിക്കല്? നനച്ചാൽ എല്ലാ തുണികൾക്കും ബ്ലാങ്കറ്റ് ചാക്കിനൊക്കെ ചെറിയ കുശലങ്ങളുണ്ടാവും അല്ലേ? ഹോളുണ്ടാവൂലേ? ആ തുണിക്കൊക്കെ ഹോളുണ്ടാവും. ഈ ഹോളിലൂടെ എയർ പാസിങ് ഉണ്ടാവും. അപ്പൊ നനക്കുമ്പോ എന്ത് ചെയ്യും? ഹോളൊക്കെ അടഞ്ഞിട്ട് ഓക്സിജന്റെ സഞ്ചാരം ഉണ്ടാവില്ല. അങ്ങനെ നമ്മളിത് കവർ ചെയ്താൽ ഇതവിടെ കിട്ടും. അങ്ങനെയാണ് നനക്കണത്. നനക്കാതെ അടിച്ചാൽ ആ ബ്ലാങ്കറ്റ് തുണി അടക്കം കത്തി വലിയ തീപിടുത്തായി മാറും. അപ്പൊ നനച്ചിട്ട് അടിക്കാനോ അല്ലെങ്കിൽ കുറച്ചിട്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ സിലിണ്ടറിനെ കുറിച്ച് ഏകദേശം കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് സമയം ഇല്ലാത്തത് കൊണ്ട് കൂടുതൽ പറയുന്നില്ല. ഇനി ജസ്റ്റ് നമുക്ക് നിർബന്ധമായിട്ട് മനസ്സിലാക്കേണ്ടതാണ് എക്സ്റ്റിംഗ്വിഷർ. അപ്പം എക്സ്റ്റിംഗ്വിഷറിന് എങ്ങനെ ഉപയോഗിക്കണം ഇന്ന് ക്ലാസ്സിലേക്ക് പോകുമ്പോൾ നിങ്ങളെല്ലാവരും ഇനി എന്തെങ്കിലും ഒരു തീപിടുത്തം നിങ്ങളെ കൺമുന്നിൽ കാണുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും പാനിക്കാൻ പാടില്ല. ഫയർഫോഴ്സിനെ 101 വിളിക്കണം. പിന്നെ നിങ്ങളും അവിടെ എന്ത് ചെയ്യണം? വളണ്ടിയറായിട്ട്, സെമി വളണ്ടിയർമാരായിട്ട് ഈ ക്ലാസ് കഴിഞ്ഞപ്പോൾ നിങ്ങളൊക്കെ സെമി വളണ്ടിയർമാരായി പോകണം. അപ്പോൾ എങ്ങനെയാണ് എക്സ്റ്റിംഗ്വിഷർ ഉപയോഗിക്കേണ്ടത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ പെട്ടെന്ന് ഷോപ്പിംഗ് നടത്തുകയും മാളിലോ ഓഫീസ് മാളിലോ എവിടെയെങ്കിലും അപ്പോഴായിരിക്കും പെട്ടെന്ന് സ്വിച്ച് ബോർഡ് അല്ലെങ്കിൽ ഫാൻ ഇങ്ങനെ പോകുകയാണ് ഷോർട്ട് സർക്യൂട്ട് മൂലം. ആ സമയത്ത് ഇത്ര വലിയ തിരക്കുള്ള ജനനിബിഡമായിട്ടുള്ള മാളുകളായിരുന്നു. ആ സമയത്ത് നിങ്ങൾ എങ്ങനെയാണ് ഇത് എടുത്ത് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് ഇത് ഫയർഫോഴ്സുകാർക്ക് ഉപയോഗിക്കേണ്ടതല്ല, സാധാരണക്കാർക്ക് ഉപയോഗിക്കേണ്ടതാണ്. അപ്പം ഇതെല്ലാവർക്കും കിട്ടുന്ന രൂപത്തിൽ ചുമരിലോ എവിടെയെങ്കിലും ടെക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതെടുക്കുക, എന്നിട്ട് അടിച്ചിട്ട് ഈ ആ നിമിഷം തന്നെ ആ ചെറിയ ഫയർ നമുക്ക് എടുക്കാൻ കഴിയും. ഇത് വലിയ ഫയർ ഉണ്ടായിട്ട് ഉപയോഗിച്ചിട്ട് കാര്യമല്ല. വളരെ ചെറിയ ഫയർ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് കൺട്രോളാക്കാൻ കഴിയുള്ളൂ. അപ്പം പണ്ട് ഒരു 5-6 വർഷങ്ങൾക്ക് മുമ്പ് ഫയർ ഉണ്ടാകുന്ന സമയത്ത് ഇപ്പോൾ മില്ലുകളിൽ, ഫർണിച്ചർ സ്ഥാപനങ്ങളിൽ, ചെറിയ വ്യവസായ മറ്റൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. അവിടെയൊക്കെ ഹിന്ദിക്കാരായി. അവർക്കറിയില്ല ഇതെങ്ങനെ ഉപയോഗിക്കണം എന്ന്. ഫയർ ഉണ്ടാകുമ്പോൾ അവർക്കറിയാം ഈ കെടുത്താനുള്ള സാധനമാണെന്ന് അവർക്കറിയാം. പക്ഷെ ഇത് എങ്ങനെ ഉപയോഗിക്കണം എന്ന് അവർക്കറിയില്ല. അവരെടുത്തിട്ട് ഇത് മൊത്തം വിലക്കട എറിയും. അപ്പോൾ ഫയർഫോഴ്സ് ചെന്ന് ലീക്ക് എടുത്ത് കാണുമ്പോഴാണ് ഇങ്ങനെ കരിഞ്ഞ ഒരു സിലിണ്ടർ ഇങ്ങനെ കാണും. അപ്പോൾ ഇതെങ്ങനെ ഉപയോഗിക്കൽ, ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്നുള്ളത് കുറച്ച് കാര്യങ്ങൾ ശരത് സാറ് പറഞ്ഞു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ശരത് എന്നാണ്. അപ്പോൾ എൻ്റെ വീട് കോഴിക്കോടല്ല, ഞാൻ തിരുവനന്തപുരത്തുകാരനാണ്. അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും, നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്ന കുറച്ച് പാട്. അപ്പോൾ ഇത്തിരി നേരം അമീർ സാറ് താഴെ എന്ന് പറഞ്ഞാൽ മതിയാ. ഓക്കെ അല്ലേ? എല്ലാവരും ക്യാമറയ്ക്കാ? ആയിക്കോട്ടെ, ശരി, ഞാൻ പറയാം. ഇപ്പോഴാ ഓക്കെ അല്ലേ? ശരി. അപ്പോൾ കുറേ നാളായി ഇത്രയും എല്ലാവരും ഫേസിൽ കുറച്ച് ഒഫീഷ്യൽനെസ് അല്ലെങ്കിൽ കുറച്ച് ടെൻഷൻ കണ്ടുകൊണ്ടിരിക്കുന്നു. കുറച്ച് നേരമായി ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതുവരെ ഞാൻ ക്ലാസ്സിൽ പോകുമ്പോൾ എനിക്ക് ഒഫീഷ്യലായിട്ട് നിങ്ങൾ ഇരിക്കുന്നത് എനിക്ക് പറ്റില്ല കേട്ടോ. നിങ്ങൾ ഇത്രയും ടെൻഷൻ അടിക്കും, ഞാൻ അതിനേക്കാളും കൂടുതൽ ടെൻഷൻ അടിക്കും. അതെൻ്റെ പ്രശ്നം കൊണ്ടാണ്. അതുകൊണ്ട് എല്ലാവരും കുറച്ച് സന്തോഷമായിട്ടിരിക്കുക, എയറൊക്കെ വിടുക, പോട്ടെ. അപ്പോൾ നമുക്കിനി ഏകദേശം ഒരു 5 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ ഈ 5 മിനിറ്റ് കൊണ്ട് നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ എക്സ്റ്റിംഗ്വിഷർ, അതിനെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കൂടുതൽ പഠിപ്പിച്ചു തരേണ്ട കാര്യമൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് കാണുമ്പോൾ തന്നെ കുറച്ച് കോമൺ സെൻസ് ഉള്ളവർക്ക് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്. ഈ ഒരു ഹാൻഡിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലടാ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. ഇത്രയും ഇടാമെന്ന് വിളിക്കുന്നത് കാരണം ഞാൻ കുട്ടികൾ ക്ലാസ് എടുക്കാൻ പോയി അങ്ങനെ ആയിപ്പോന്നാണ്. ഓക്കെ അല്ലേ? ഞാൻ ഡിസ്റെസ്പെക്ട് കൊണ്ടൊന്നും വിളിച്ചില്ല കേട്ടോ. ശരി, പോട്ടെ. അപ്പോൾ ഈ എക്സ്റ്റിംഗ്വിഷർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന്. ഇതിന്റെ ഹാൻഡിൽ കാണുമ്പോൾ പൈപ്പ് പോലെ തുറക്കേണ്ടതാണെന്ന് തോന്നുന്നുണ്ടോ? അല്ല, ഹാൻഡിൽ കണ്ടില്ലേ? എന്ത് ചെയ്യേണ്ടതാണ്? ഫ്യൂസ് ചെയ്യേണ്ടതാണ്. ഞെക്കേണ്ടത്, ഇങ്ങനെ ഞെക്കേണ്ടത്. ഓക്കെ അല്ലേ? അറിയാൻ പറ്റുന്നില്ലേ? ശരി, ഇങ്ങനെ ഫ്യൂസ് ചെയ്യേണ്ടതാണ് ഈ സാധനം. ഇതിനകത്ത് എന്തായിരിക്കും? ഈ എക്സ്റ്റിംഗ്വിഷറിന്റെ അകത്ത് എന്തായിരിക്കും? എന്തായാലും തീ അണക്കേണ്ട എന്തൊരു സാധനം ആണല്ലോ, ആയിരിക്കൂലേ? ഓക്കെ അല്ലേ? ഇതിനകത്ത് എന്തായാലും തീ അണക്കേണ്ട, തീ അണയ്ക്കാൻ പറ്റുന്ന ഒരു സാധനം ആയിരിക്കുമല്ലോ. പെട്രോൾ വയ്ക്കും ഇതിനകത്ത്? ഇല്ലല്ലോ. അപ്പൊ ഇതിനകത്ത് ഇരിക്കുന്ന സാധനം ഇങ്ങനെ ഒരു ഹാൻഡിലുള്ള നോസിലുള്ള അല്ലെങ്കിൽ വയറുള്ള
സാധനം നിങ്ങൾ എക്സ്റ്റിങ്ക്വിഷർ കണ്ടാൽ ഇതിനകത്ത് DCP, അതായത് ഡ്രൈ കെമിക്കൽ പൗഡർ, ഒരു പൗഡറാണ് ഓട്ടെ, ഒരു കെമിക്കൽ പൗഡറാണ്. ഈ കെമിക്കൽ പൗഡറിന് ഫയറിനെ എക്സ്റ്റിങ്ക്വിഷ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. ഓക്കെ അല്ലേ? ഈ എക്സ്റ്റിങ്ക്വിഷർ വെച്ചാണ് നമ്മളൊരു ഫയർ അണയ്ക്കാൻ പോകുന്നത്. ഒരു വലിയ കാർ കത്തി ഈ എക്സ്റ്റിങ്ക്വിഷർ കൊണ്ട് ഞാൻ ഓടി വല്ലതും നടക്കുമോ? എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഈ ചെറിയ എക്സ്റ്റിങ്ക്വിഷർ കൊണ്ട് എനിക്ക് വലിയ കാർ ഫുള്ളായിട്ട് നിന്ന് കത്തുമ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. സാറ് പറഞ്ഞ പോലെ ഒരു എക്സ്റ്റിങ്ക്വിഷർ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നത് വെച്ചാൽ ഒരു തീയില്ലേ, ഒരു ഫയർ ഉണ്ടാവുന്നതിന്റെ പ്രൈമറി സ്റ്റേജ്, അതായത് ഉണ്ടായി തുടങ്ങുമ്പോൾ മാത്രമേ നമുക്ക് ഈ എക്സ്റ്റിങ്ക്വിഷർ കയ്യിലുണ്ടെങ്കിൽ കാര്യമുള്ളൂ. ഒരു വലിയ ഫയറായി കഴിഞ്ഞാൽ ഞാൻ ഈ എക്സ്റ്റിങ്ക്വിഷർ കൊണ്ടുപോയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അപ്പോൾ ഒരു ഫയറിന്റെ പഠിച്ചു വയ്ക്കുക, ഒരു ഫയറിന്റെ പ്രൈമറി സ്റ്റേജിൽ മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫയർ ഫൈറ്റിംഗ് എക്യുപ്മെന്റ് ആണ് എന്ത്? ഫയർ എക്സ്റ്റിങ്ക്വിഷർ. ഓക്കെ അല്ലേ? അതായത് പോർട്ടബിൾ ഫയർ എക്സ്റ്റിങ്ക്വിഷേഴ്സ് എന്ന് തന്നെ പറയുന്നത്. നമുക്ക് കൊണ്ട് നടക്കാൻ പറ്റും ഇങ്ങോട്ട് വേണമെങ്കിലും. അപ്പൊ ഇതിനകത്തിരിക്കുന്ന സാധനം എന്താ? ഡ്രൈ കെമിക്കൽ പൗഡർ ആണെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ DCP എക്സ്റ്റിങ്ക്വിഷേഴ്സിന്, DCP ആണെങ്കിൽ എല്ലാ DCP എക്സ്റ്റിങ്ക്വിഷേഴ്സിനും ഇതുപോലെ ഒരു ഗേജ് കാണും. ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ എല്ലാവർക്കും? അവിടെ തലയാട്ടുന്നത് എന്തിനാണോ തലയാട്ടുന്നത് എനിക്ക് അറിഞ്ഞൂടാ. ഇതിനകത്തൊരു ഗേജ് ഉണ്ട്. ഈ ഗേജിനകത്തൊരു നീഡിലുണ്ട്. ആ നീഡില് 2 കളേഴ്സ് കാണിക്കും, ഒന്ന് റെഡ് അല്ലെങ്കിൽ ഗ്രീൻ. ഈ ഗ്രീനിൽ എപ്പോഴാണോ ഈ നീഡിൽ ഗ്രീൻ കാണിക്കുന്നത് അപ്പോൾ മാത്രമേ ഈ സാധനം എന്ത് ചെയ്യുള്ളൂ, വർക്ക് ചെയ്യുള്ളൂ. ഇതിനകത്ത് സാധനമുള്ളൂ, അല്ലെങ്കിൽ ഇതിനകത്ത് പ്രഷറുള്ളൂ. ഇത് റെഡിലോട്ട് പോയാൽ ഇത് എന്തില്ലാന്ന്, ഇത് വർക്ക് ചെയ്യുന്നില്ല, ഇതിനകത്ത് പ്രഷർ ഇല്ല എന്നാണ് അർത്ഥം. ഓക്കെ, അത്രയും ഓക്കെ ആണോ? അപ്പോൾ അപ്പുറത്തെ ബിൽഡിങ്ങിൽ ഞാൻ ഇത് ഓടിപ്പോയി എടുത്തോണ്ട് വന്നിട്ട് ഇവിടെ നോക്കുമ്പോൾ ഇത് റെഡിൽ കിടക്കുന്നു. കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ ഇത് വച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ എവിടെയാണോ പോയി ചെന്ന് എടുക്കുന്നത് ആ സ്ഥലത്ത് വെച്ചാൽ ഇതിനകത്ത് ഇത് വർക്ക് ചെയ്യുമെന്ന് നമ്മൾ നോക്കണം. എന്നിട്ട് എടുത്തോണ്ട് വന്നാൽ മതി. ഓക്കെ. ഇനി ഇത് ഉപയോഗിക്കേണ്ട രീതി കണ്ടപ്പോൾ മനസ്സിലായല്ലോ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്. ഞാൻ പറഞ്ഞു ഫ്യൂസ് ചെയ്യുന്നതാണ് ഉപയോഗിക്കേണ്ടത്. ഫ്യൂസ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്കറിയാം, അതായത് ഫ്യൂസ് ചെയ്യാൻ പറ്റാതിരിക്കാൻ വേണ്ടി ഇവിടെ പുറത്താവുന്നില്ല, അത് റെസിസ്റ്റ് ചെയ്തുകൊണ്ട് ഇതിലൊരു പിന്ന് വെച്ചിട്ടുണ്ട് അവർ. ഒരു ഹോൾ ഇട്ട് വെച്ചിട്ടുണ്ട്. എന്തിനാ? ഫ്യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടി. ഫ്യൂസ് ചെയ്യാൻ വേണ്ടി അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ പിന്നിനെ ഓക്കെ, അത്രയും ഓക്കെ. സിമ്പിളല്ലേ? ശരി, ഓക്കെ. ഇത്രയും ഓക്കെ. കൊച്ചു പിള്ളേർക്ക് പഠിപ്പിച്ച് നിങ്ങൾ വന്നാൽ എനിക്ക് അങ്ങനെ പഠിക്കാനേ പറ്റുള്ളൂ. പോട്ടെ. എല്ലാവരും ഇത്രയും ഗ്രൂപ്പ് ഓക്കെ. ആ ചിരിയൊക്കെ വന്നാൽ നടുക്കിക്കുന്ന പുറത്ത് പിള്ളേർക്ക് ഉറക്കം വരുന്നത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇത് വരുന്നില്ല. ശരി, അപ്പൊ നമുക്ക് തിരിച്ചു വരാം. കുറച്ച് നേരം 5 മിനിറ്റ് 2 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ പോകും. ശരി. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു എക്സ്റ്റിങ്ക്വിഷർ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത്, ഇവിടെ ഒരു ഫയർ ഉണ്ടെങ്കിൽ നമ്മൾ ആ ഫയർ എയിം ചെയ്യണം. ഇങ്ങനെ എടുത്ത് എയിം ചെയ്താൽ പോരാ, ഇത് വരുന്നേ കെമിക്കൽ പൗഡർ വരുന്നേ. അപ്പൊ ഈ സാധനം, ഈ നോസില് നമ്മൾ ഫയർ എന്നിട്ട് വേണം എന്ത് ചെയ്യാൻ, യൂസ് ചെയ്യാൻ. അല്ലാതെ യൂസ് ചെയ്ത് കാര്യമുണ്ടോ? കാര്യമുണ്ടോ? യൂസ് ചെയ്യുന്നതിന് മുന്നേ എന്ത് പെണ്ണ് ഇളക്കിയിട്ടുണ്ടോ നോക്കുക. നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അതിന്റെ ഡാമേജ് അല്ല, നിങ്ങൾ എന്തോ മണ്ടത്തരം കാണിക്കും. ഇളക്കില്ല, അല്ലെങ്കിൽ എല്ലാം ടാഗ് കാണും. ആ ടാഗ് എല്ലാം പൊട്ടിച്ച് കളയാം, എന്നിട്ട് യൂസ് ചെയ്യാം. അത്രേ ഉള്ളൂ. ഉപയോഗിക്കുന്ന ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ലല്ലോ. ഓക്കെ അല്ലേ? ഇനി ഇങ്ങനെ അല്ല എക്സ്റ്റിങ്ക്വിഷർ കണ്ടത്. ഒരു പൈപ്പില്ല, നമ്മുടെ ടാപ്പിന്റെ പോലത്തെ ഇങ്ങനെ കറക്കാൻ വേണ്ടിയുള്ള ഒരു സാധനം സെറ്റപ്പ് ഉള്ള ഒരു എക്സ്റ്റിങ്ക്വിഷറാണ് നിങ്ങൾ കണ്ടത്. അങ്ങനെയാണെങ്കിൽ അത് DCP അല്ല, അത് കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്റ്റിങ്ക്വിഷർ ആണ്. അത് വെച്ച് അണച്ചാലും എന്ത് അടിച്ചാലും ഫയർ കേടും. ഓക്കെ അല്ലേ? കേടും. അപ്പോൾ അങ്ങനെ ടാപ്പ് പോലിരിക്കുന്ന സാധനമാണ് നിങ്ങൾ കണ്ടെങ്കിൽ അതിൽ ഇത് ചെയ്യാൻ നോക്കുമോ? ഇല്ല. എന്ത് ചെയ്യും? തുറക്കൂടാ, ടാപ്പ് തുറക്കുമ്പോൾ തുറക്കും. സിമ്പിളല്ലേ? അപ്പോൾ ഇത് ഉപയോഗിക്കാൻ സിമ്പിളാണ്. അപ്പോൾ ഇത് പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ വലിയ ഫയർ കോളിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു കട കത്തിയൊക്കെ ഇങ്ങനെ പോകുമ്പോഴേ നല്ല മനസ്സുള്ള ആൾക്കാർ എക്സ്റ്റിങ്ക്വിഷർ ഉപയോഗിക്കും. പക്ഷെ അവർക്ക് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് അതുകൊണ്ട് അവർ എക്സ്റ്റിങ്ക്വിഷർ കടയിലകത്തോട്ട് എറിയും. നമ്മളിന്ന് നോക്കുമ്പോൾ ഈ ചുവന്ന കളർ സാധനം അവിടെ ചെന്ന് കറുത്ത കളറിൽ കറുത്ത കുറ്റി അതിനകത്ത് ഇങ്ങനെ കിടക്കും. അപ്പോൾ അവരെ മനസ്സിന് നന്മയുള്ളതാണ് അവർ യൂസ് ചെയ്തത്. പക്ഷെ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് അവർക്ക് അറിഞ്ഞൂടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? അപ്പൊ ഇനി ഒരു കാർ കത്തിയ ഫയർ എക്സ്റ്റിങ്ക്വിഷർ പോവില്ലേ? ആ പോകുന്നു. അപ്പൊ ഒരു കാർ കത്തിയാലും ഇത് കൊണ്ടുപോയിട്ട് കാര്യമില്ല. പക്ഷേ നമ്മളൊരു കാറിൽ സഞ്ചരിക്കുമ്പോൾ ഒരു എക്സ്റ്റിങ്ക്വിഷർ, ഫയർ എക്സ്റ്റിങ്ക്വിഷർ നമ്മൾ കരുതിയിരുന്നാൽ അകത്ത് നമ്മൾ ഇരിക്കുമ്പോൾ എന്തെങ്കിലും സ്പാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിച്ചൂടെ? അപ്പോൾ എല്ലാ വണ്ടിക്കകത്തും, ഇലക്ട്രിക് വണ്ടി ആയിക്കോട്ടെ, പെട്രോൾ വണ്ടി ആയിക്കോട്ടെ, ഡീസൽ വണ്ടി ആയിക്കോട്ടെ, എല്ലാത്തിനകത്തും നമുക്ക് ഇതുപോലെ ഒരു പോർട്ടബിൾ ചെറിയ എക്സ്റ്റിങ്ക്വിഷർ വയ്ക്കുക. ഇതിന് ഏകദേശം ഒരു 1500 രൂപയ്ക്ക് ആവുള്ളൂ. ഓക്കെ, ഒരെണ്ണം വാങ്ങിച്ചു വെച്ചാൽ നമ്മുടെ സേഫ്റ്റിയാണ്. ഇലക്ട്രിക് വണ്ടിയാണെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യും, അതിനകത്ത് കാണും, ഒരെണ്ണം അതിനകത്ത് കാണും. തീർന്നു പോയി ഒരു വർഷം കഴിയുമ്പോൾ റീഫിൽ ചെയ്യണം. അതിന് ശ്രദ്ധിക്കുക.
നമ്മളൊന്ന് ശ്രദ്ധിക്കുമ്പോൾ വലിയൊരു അപകടമാണ് നമ്മുടെ മുമ്പിൽ നിന്ന് ഒഴിവായി പോകുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുക. ഗ്യാസിനെ LPG കുറിച്ച് പറഞ്ഞതൊക്കെ മനസ്സിലായി തോന്നുന്നു. എല്ലാവർക്കും LPG കുറിച്ച് മനസ്സിലായില്ലേ? അപ്പം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, LPG ലീക്കായി എന്ന് കരുതുക. നിങ്ങൾ ആദ്യം ഡോറ് തുറക്കോ ജനൽ തുറക്കോ? വാതിൽ തുറക്കോ ജനൽ തുറക്കോ? എന്തുകൊണ്ടാ? ഡോറല്ലേ വലുതെന്ന്. അതുകൊണ്ടാണ് ഡോർ തുറക്കുന്നേ. അതാണ് എയറിനെക്കാളും ഡെൻസിറ്റി കൂടുതലാണെന്ന് പറഞ്ഞില്ലേ? അതുകൊണ്ട് തറയിൽ കൂടെ സ്പ്രെഡ് ചെയ്ത് പോകുന്നത്. നമ്മൾ ജനൽ മാത്രം തുറന്നിട്ടാ ജനൽ വഴി ആ ഹൈറ്റിന് വന്നിട്ട് മാത്രമേ ജനലിൽ കൂടെ വെളിയിൽ പോവുള്ളൂ. ഡോറ് തുറന്നിട്ട് താഴെ കൂടെ എന്ത് ചെയ്യും? സാധനം ഒഴിവായി പോകും. ഓക്കെ, അത്ര ഓക്കെ അല്ലേ? സമയമായോ? സമയമായി. ഞാൻ പോകണ്ട, കുഴപ്പമില്ല. ഇങ്ങനെ ഓട്ടിക്കണ്ട, ഞാൻ പൊക്കോളാം. സമയമായോ? സമയമായി പൊക്കോളാം. 15 മിനിറ്റോ? 7 മണി ലേറ്റ് ആയതുകൊണ്ട് അങ്ങനെ എക്സ്റ്റൻഷൻ ഉണ്ടോ? ശരി, ഓക്കെ. ഇനി നിങ്ങളെ കയ്യിൽ എന്തായാലും ഫയർഫോഴ്സ് 2 പേരെ കിട്ടി. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ചോദിക്കണോ? നമ്മളടുത്ത് ഒന്നും ചോദിക്കാനില്ല. അപ്പം ഞാൻ ചോദിക്കട്ടല്ല അങ്ങോട്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ച് ഞാൻ ഉത്തരം പറഞ്ഞുതരാം. അപ്പം അങ്ങനെയൊന്നുമില്ലല്ലോ. ഞാൻ പറയട്ടെ, നിങ്ങൾ ഇത്രയും നാൾ നമ്മളെ വണ്ടി അവിടെ കിടക്കുന്ന കണ്ടില്ലേ? നിങ്ങൾ ഇവിടെ ഉള്ള സ്റ്റുഡൻസ് അല്ലേ? അപ്പോൾ അവിടെ കുറേ വണ്ടികൾ ഇങ്ങനെ നിരന്ന് കിടക്കുന്നുണ്ടല്ലോ. ഒരു ബസ്സിൻ്റെ അത്ര ഉള്ള ഒരു വണ്ടിക്ക് 2-3 കണ്ടിട്ടില്ലേ? ഈ വണ്ടിക്ക് ഒരു വണ്ടിക്കകത്ത് എത്ര ലിറ്റർ വെള്ളം കാണും? നിങ്ങൾക്ക് ഒരു റെഫറൻസ് തരാം. നമ്മുടെ വീട്ടിലിരിക്കുന്ന എന്നെക്കാൾ ഹൈറ്റ് ഉള്ള ഒരു ടാങ്ക് ഉണ്ടല്ലോ, ആ ടാങ്കിൽ 1000 ലിറ്റർ വെള്ളം കൊള്ളും. അത് കമ്പയർ ചെയ്ത് പറഞ്ഞു നമ്മുടെ വണ്ടിക്കകത്ത് എത്ര ലിറ്റർ വെള്ളം കാണും? 3000. 5000. അടുത്ത് 10000. അടുത്ത് പോട്ടെ. ഓർഡിനറി ഒരു സാധാരണ ഫയർഫോഴ്സ് വണ്ടിക്കകത്ത് 4500 to 5000 ലിറ്റർ വെള്ളം കാണും. ഓക്കെ, അതൊക്കെ. ഇത്രയും വെള്ളം നമ്മളൊരു സ്ഥലത്തേക്ക് ഒരു വീട് തീ പിടിച്ചു അങ്ങോട്ട് കൊണ്ടുപോകാണ്, ഒരു വണ്ടി അങ്ങോട്ട് പോവാണ്. എത്ര നേരം നമുക്ക് ആ വീട്ടിലേക്ക് നമുക്ക് ഫുൾ പ്രഷറിൽ വെള്ളം പമ്പ് ചെയ്യാൻ പറ്റും? 5 മിനിറ്റ്, 3 മിനിറ്റ്, 2 മിനിറ്റ്. അതായത് 2 മിനിറ്റ്സ് ആവുന്നെങ്കിൽ 4000 ലിറ്റർ വെള്ളമാണ് നിങ്ങൾ കൂട്ടിക്കോ, അല്ലെങ്കിൽ 5000 ലിറ്റർ വെള്ളമാണ് കൂട്ടിക്കോ. 2 മിനിറ്റ് കൊണ്ട് വെള്ളം തീരണമെങ്കിൽ 1 മിനിറ്റിൽ ആ പമ്പ് ഏകദേശം 2500 ലിറ്റർ വെള്ളം പമ്പ് ചെയ്യണം. ചെയ്യും. 1.5 മിനിറ്റ്. വീണ്ടും കുറഞ്ഞ. ശരി, അതാ നോക്കാം. നിങ്ങൾ പറഞ്ഞ ഏകദേശം കണക്ക് ശരിയാണ്. ഏകദേശം 3 മിനിറ്റ് മാത്രമേ നമുക്ക് ഫുൾ പ്രഷറിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ വണ്ടി യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് 1 മിനിറ്റിൽ നമ്മുടെ സാധാരണ ഒരു വണ്ടി, വലിയ എക്യുപ്മെന്റ്സ് ഒന്നും ഇല്ലാത്ത ഒരു വണ്ടി, ഓർഡിനറി ആയിട്ടുള്ള ഒരു ഫയർ എഞ്ചിൻ 1 മിനിറ്റിൽ 1500 മേൽ ലിറ്റർ വെള്ളം പമ്പ് ചെയ്ത് വെളിയിൽ കളയും. അതായത് നമ്മളൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ 2 മിനിറ്റ് വെള്ളം നല്ല രീതിയിൽ പ്രഷറൈസ് ചെയ്ത് നമ്മൾ പമ്പ് ചെയ്തിട്ട് ചുമ്മാ നിൽക്കുന്ന അവസ്ഥ ആലോചിച്ച് നോക്കിയും ആൾക്കാരെ അടിക്കുമില്ലേ? എന്തായാലും അടിക്കും, ഉറപ്പാണ് അടിക്കും. ഇവിടെ നിന്നെങ്കിലുമൊക്കെ അടി വരും. കാരണം 2 മിനിറ്റ് നിങ്ങൾ പകുതി വെള്ളം കൊണ്ട് വന്നോളൂ, അല്ലെങ്കിൽ ടാങ്കിന് വെള്ളം ഇല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് എന്തായാലും ആൾക്കാർ വിഷയം ഉണ്ടാകും ഇല്ലേ? അപ്പം നമ്മളെന്ത് ചെയ്യും? പ്രഷർ കുറയ്ക്കും. പക്ഷേ പ്രഷർ കുറയ്ക്കുമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പ്രഷർ കുറച്ചാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. ഈ പ്രഷർ കുറച്ച് എന്താണ് പ്രശ്നം എന്നറിയാമോ? നമ്മൾ ഈ ഫയറിന്റെ അടുത്തേക്ക് പോകേണ്ടി വരണം അല്ലേ? പ്രഷർ കുറയ്ക്കുമ്പോൾ ഈ വെള്ളം ചെന്നെത്തുന്ന ഡിസ്റ്റൻസ് കുറയും. അപ്പോൾ നമ്മൾ അത്രയും ഫയറിന് അഡ്വാൻസ് ചെയ്യേണ്ടി വരും, അത്രയും അടുത്തേക്ക് പോകേണ്ടി വരും. അത് നമുക്ക് റിസ്ക് ആണ് അല്ലേ? എന്നാലും നമ്മൾ എന്ത് ചെയ്യും? മാക്സിമം പറ്റുന്നത്ര അടുത്ത് പോകാറുണ്ട്. ഏകദേശം നമ്മളെ കൊണ്ട് ഇതുവരെ ഒരു കടയോ വീടൊക്കെ കത്തുമ്പോൾ നമ്മൾ ഏകദേശം ഒരു 5 മിനിറ്റ് 6 മിനിറ്റ് ഒക്കെ ഒരു വണ്ടി വെച്ച് എന്ത് ചെയ്യും? നമ്മൾ പിടിച്ച് ഓക്കെ. ഇനി നമുക്ക് അതിന് അടുത്തോട്ട് പോകാൻ വേണ്ടി അത്രയും അഡ്വാൻസ് ആയിട്ട് പോകാൻ വേണ്ടി നമുക്ക് ഫയർ ട്യൂബ്സ് ഉണ്ട്, ഗംബൂട്ട്സ് ഉണ്ട്, ഹെൽമെറ്റ് ഉണ്ട്, അതൊക്കെ ഉണ്ട്. ഇതിൽ ഏറ്റവും നമുക്കെല്ലാം ട്രെയിനിങ് കിട്ടുന്നത് ഞാൻ അനുഭവിച്ച ഏറ്റവും ഒരു ഫയർമാൻ, കേരള സർവീസിലെ ഫയർമാൻ അനുഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയ ഹീറ്റ് എന്ന് പറഞ്ഞാൽ 270 ഡിഗ്രി സെൽഷ്യസ് ആണ്. 270 ഡിഗ്രി സെൽഷ്യസ്. അതായത് നമുക്ക് അക്കാഡമിയിൽ ഒരു റൂമുണ്ട്, സ്മോക്ക് റൂം എന്ന് പറയും. അതിനകത്ത് ഒരു തീയിടും. അതിൽ തെർമോസ്റ്റാറ്റ് വെച്ച് നോക്കുമ്പോൾ 270 ഡിഗ്രി സെൽഷ്യസ് ആണ് കാണിക്കുന്നത്. ആ അത്രയും ഹീറ്റിൽ, അത് തീയല്ല ഞാൻ പറഞ്ഞ ഹീറ്റാണ്, ഫയറല്ല, ഹീറ്റാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതിനകത്ത് ഹീറ്റ് 270 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതിനകത്തേക്ക് നമുക്ക് സ്യൂട്ട് ഇട്ടുകൊണ്ട് നമ്മൾ ഇപ്പുറത്തെ ഡോറിൽ കൂടെ പോയി അപ്പുറത്തെ ഡോറിൽ കൂടെ ഇറങ്ങി വരുന്നുണ്ട്. അപ്പം ഞാൻ അനുഭവിച്ചതിൽ ഏറ്റവും കൂടുതൽ 270 തന്നെയാണ്. അതിനേക്കാളും വലിയ ഹീറ്റ് ഞാൻ ഇവിടങ്ങളിലൊന്നും അനുഭവിച്ചിട്ടില്ല. എൻ്റെ ഇത്രയും നാളത്തെ സർവീസ് ഉണ്ട്, ഞാൻ 2 വർഷമായി സർവീസ്, ഇത് ഞാൻ അനുഭവിച്ചിട്ടില്ല. അപ്പോൾ അതുവരെ എൻ്റെ സ്യൂട്ട് എന്നെ കാത്ത് രക്ഷിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഈ സ്യൂട്ട് എപ്പോഴാണ് നമ്മളെ ചതിക്കുന്നതെന്ന് വെച്ചാൽ, ചതിക്കുന്നില്ല, നമുക്ക് അതിൻ്റെ വിദ്യാഭ്യാസം ഇല്ലാത്തതാണ്. കാരണം തീയിലേക്ക് പോയാൽ ഈ സ്യൂട്ട് നമ്മൾ എന്ത് ചെയ്യൂല? ഫേവർ ചെയ്യൂല. നമ്മൾ ഈ ഫയർ സ്യൂട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് വെച്ചാൽ, തീയിലേക്ക് പോകാൻ പറ്റില്ല, നമുക്ക് ചൂടിലേക്ക് പോകാം. ഫ്ലെയിം റെസിസ്റ്റൻ്റ് അല്ല, ഹീറ്റ് റെസിസ്റ്റൻ്റ് ആണ്.
ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ ആൾക്കാർക്ക് ധാരണയുണ്ട്. എന്ത് നമുക്ക് തീയിലേക്ക് ഈ സ്യൂട്ട് ഇട്ടുകൊണ്ട് ഇറങ്ങി നടക്കാൻ പോകാമല്ലോ, തീയിലേക്ക് പോകാൻ പറ്റത്തില്ല, ചൂടിലേക്ക് മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ചോദിക്കണ്ട? പോവാണ്. 10 മിനിറ്റ് കഴിഞ്ഞ് നിങ്ങൾ എന്നെ കാണൂലേ? ഞാൻ നാളെ വിളിക്കും. ഇല്ല, കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. ഓക്കെ അല്ലേ? അപ്പോൾ ഫയർഫോഴ്സിനെ വിളിക്കുന്ന നമ്പർ സാറ് പറഞ്ഞത് എത്ര? 102 101. ഓക്കെ അല്ലേ? അതെല്ലാം റെഡി ആണല്ലോ. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമ്മൾ മതിയാക്കും. നിങ്ങളെ ബോറടിപ്പിക്കൂല. ഓക്കെ അല്ലേ? ഇത്രയും നേരം കുറച്ച് വലിയ ബോറടിച്ചോളൂ. ബോറടിച്ചില്ല, അപ്പൊ ഇനി കുറച്ച് ബോറടിക്കുമായിരിക്കും. അപ്പൊ എടാ ഒരു 2 മിനിറ്റ് കാര്യം കൂടെ പറഞ്ഞ് നമ്മൾ വൈൻഡപ്പ് ചെയ്യും. അതോടെ നമ്മൾ നിർത്തും. ഓക്കെ, ലാസ്റ്റ് കാര്യമാണ് ചോക്കിംഗ് എന്ന് കേട്ടോ. ചോക്കിംഗ് കേട്ടോ? ആർക്കാ ഇത് വരുന്നത്? ചോക്കിംഗ് വരുന്ന ആർക്കാ? കുട്ടികൾക്ക്, വലിയ ആൾക്കാർക്ക് വരില്ല. വലിയ ആൾക്കാർക്ക് മനസ്സിലായിട്ടുള്ള എല്ലാവർക്കും ആർക്ക് വേണം ഇത് വരാം, ചോക്കിംഗ് വരാം. കൂടുതലായിട്ട് വരുന്നത് കുട്ടികൾക്കാണ്. കാരണം കുട്ടികളാണ് ഈ എറൈസർ, കട്ടർ അതേപോലത്തെ സാധനം എടുത്ത് വീങ്ങുന്നത്. അപ്പോൾ ഇത് അവരുടെ തൊണ്ടയിൽ ഇങ്ങനെ കുടുങ്ങിയിട്ട് അവർക്ക് ശ്വാസം കിട്ടാത്തൊരവസ്ഥയാവും. ഇതിനെയാണ് നമ്മൾ ചോക്കിംഗ് എന്ന് പറയുന്നത്. നമ്മൾ തൊണ്ടയിൽ എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ ബോഡി കുടുങ്ങിയിട്ട് നമുക്ക് ശ്വാസം കിട്ടാത്തൊരവസ്ഥ വരുന്നത്, ഇതാണ് ചോക്കിംഗ്. ഈ ചോക്കിംഗ് വന്ന് നമുക്ക് കുഞ്ഞിൻ്റെ കാര്യം മാത്രം പറയാം. ഒരു കുഞ്ഞിന് ചോക്കിംഗ് വന്നു, നിങ്ങൾ എങ്ങനെ അറിയാം? നിങ്ങൾക്ക് എങ്ങനെ അറിയാൻ പറ്റും? കുഞ്ഞ് കരയുമ്പോൾ അറിയോ? കരയോ കുഞ്ഞ്? എടാ സൗണ്ട് വരത്തില്ല, എയർ എടുക്കാൻ പറ്റില്ല, അങ്ങനെ കരയാൻ പറ്റുമോ? ഇല്ല, കരയില്ല. പിന്നെ എങ്ങനെ അറിയാൻ പറ്റും ഒരു കുഞ്ഞിന് ചോക്കിംഗ് ആണ്? കുഞ്ഞിന് വർത്താനം പറയാൻ പറ്റില്ല എങ്കിൽ എങ്ങനെ അറിയും? ചുമയ്ക്കൊന്നും മുഖം ചോക്കല്ല, മുഖം നീലിക്കും, നീല കളറാവും, ബ്ലൂയിഷ് കളറാവും. അതുകൂടാതെ കുഞ്ഞിന്റെ കണ്ണ് തള്ളും, കണ്ണിൽ കൂടെ ഇങ്ങനെ നല്ല കണ്ണുനീര് വരും. കൈ വെച്ച് തൊണ്ടയിൽ ഇങ്ങനെ പിടിച്ചിരിക്കും. ഇത് കുഞ്ഞായാലും ബേബി ആയാലും അഡൽട്ടായാലും ഒരേ സിസ്റ്റമാണ്. അല്ലാതെ ഇവർക്ക് കരയാൻ പറ്റത്തില്ല, വിളിക്കാൻ പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു ചോക്കിംഗ് സംഭവിക്കുന്ന ഒരാളെ നമ്മൾ നേരിട്ട് അപ്പുറത്തെ റൂമിൽ ഒരാൾക്ക് ചോക്കിംഗ് സംഭവിക്കുകയാണ്, നമ്മൾ ഇപ്പുറത്തെ റൂമിൽ നിൽക്കുകയാണ്. അയാളെ കണ്ടിട്ടില്ലാതെ നമുക്ക് അയാൾക്ക് ചോക്കിംഗ് സംഭവിക്കുന്നതെന്ന് അറിയാൻ പറ്റില്ല. ഓക്കെ, അതാണ് ചോക്കിങ്ങിന്റെ പ്രശ്നം. അപ്പോൾ ഒരു ബേബി, ഒരു കുഞ്ഞിന് ചോക്കിംഗ് സംഭവിച്ചു, നമ്മൾ എങ്ങനെ രക്ഷിക്കും? നമ്മൾ ഒരു ഫസ്റ്റ് എയ്ഡർ ആണെന്ന് വിചാരിക്കുക, നമ്മൾ എങ്ങനെ ആ കുഞ്ഞിനെ രക്ഷിക്കും? ആശുപത്രി കൊണ്ടുപോകാമല്ലോ, ഹോസ്പിറ്റലിൽ എത്തിച്ചൂടെ? 2-3 മിനിറ്റ്, അത്രയും നേരം മാത്രമേ ആ കുഞ്ഞ് ജീവിച്ചിരിക്കുള്ളൂ. ഈ സമയത്ത് നിങ്ങൾക്ക് ആശുപത്രിയിൽ എത്തിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ചോക്കിംഗ് സംഭവിച്ചാൽ നമ്മൾ തന്നെ എന്ത് ചെയ്യണം? അതിന്റെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കണം. അല്ലെങ്കിൽ ആള് പോയി. അപ്പൊ എന്ത് ചെയ്യും? ഫസ്റ്റ് എയ്ഡ് കൊടുക്കണം അല്ലേ? അതിനാണ് ഫസ്റ്റ് എയ്ഡ്. അപ്പൊ ഒരു കുഞ്ഞിന് ചോക്കിംഗ് സംഭവിച്ചാൽ അതിന്റെ ഫസ്റ്റ് എയ്ഡ് കാണിച്ചു തരാം. പെട്ടെന്ന് നമുക്ക് നിർത്താം. ഇതാണ് കുഞ്ഞെന്ന് വയ്ക്കുക. മൈക്ക് വയ്ക്കാൻ എന്നെ കേട്ടൂടെ? ഓക്കെ, അപ്പൊ കുഞ്ഞിന് ചോക്കിംഗ് ആണ്. കുഞ്ഞ് കൈ കൊണ്ട് എന്ത് ചെയ്യും? തൊണ്ടയിൽ ഇങ്ങനെ പിടിച്ചിരിക്കും. അങ്ങനെ ചോക്കിംഗ് സംഭവിച്ചൊരു കുട്ടിയെ നമ്മൾ ഇടത് കയ്യിൽ കുഞ്ഞിന്റെ കാലിന്റെ ഇടയിൽ കൂടെ കൈ എന്നിട്ട് കുഞ്ഞിന്റെ ഈ മൗത്തിൽ ഞാൻ 2 പേരുടെ ചോക്കണം. ഓക്കെ, ഇത്രയൊക്കെയാണോ? ഇത്രയൊക്കെ അല്ലേ? എന്നിട്ട് ഞാനൊരു ചെയർ കസേരയിൽ ഞാൻ എന്ത് ചെയ്തു? ചെയറിലിരിക്കുകയാണ്. ഇവിടെ കാണാവോ? എല്ലാവർക്കും കാണാവോ? ഞാൻ ചെയറിലിരിക്കുകയാണ്. എന്നിട്ട് എൻ്റെ ഒരു കാല് നീട്ടി വരും. ഓക്കെ, അതായത് കുഞ്ഞിൻ്റെ തല താഴേക്ക് വരുന്ന രീതിയിൽ ഞാൻ എൻ്റെ തുടയിൽ കുഞ്ഞിനെ എന്ത് ചെയ്തു? കമഴ്ത്തിക്കണം. അപ്പോൾ ഓർക്കുക, വായ ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? തുറന്നു വെച്ചിരിക്കുകയാണ്, കമഴ്ത്തി കിടത്തി. ഓക്കെ, എന്നിട്ട് ഞാൻ ചെയ്യേണ്ട കാര്യം 5 പ്രാവശ്യം കുഞ്ഞിൻ്റെ മുതുകിൽ ശക്തമായിട്ട് ത്രസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ചെയ്യുന്നത്. അതായത് കുഞ്ഞിന് വേദന ഇരിക്കും, കുഞ്ഞ് കരയും എന്നുള്ള രീതിയിലല്ല, ഒരു കാരുണ്യം ഇല്ലാതെ ഞാൻ എന്ത് ചെയ്യണം? കുഞ്ഞിന്റെ മുതുകത്ത് ത്രസ്റ്റ് കൊടുക്കണം. ത്രസ്റ്റ് കൊടുക്കാൻ പറഞ്ഞാൽ ഇതല്ല, ത്രസ്റ്റ് കൊടുക്കേണ്ട രീതി എന്ന് പറയുന്നത് ഫ്രണ്ടിലേക്കാണ് ഞാൻ അടിക്കേണ്ടത്. 5 തവണ. എത്ര തവണ? 5 തവണ. നമ്മുടെ മനസ്സിൽ വേണം ഈ കുഞ്ഞിന്റെ വായിൽ ഒരു എക്സ്റ്റേണൽ ബോഡി ഉണ്ട്, അത് നമുക്ക് എങ്ങനെയെങ്കിലും ഈ ത്രസ്റ്റ് കൊടുത്ത് പുറത്ത് കൊണ്ടുവരണം. ആ ഒരു നമ്മൾ ചിന്തിക്കണം. ഓക്കെ, ഇത് വെളിയിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞ് എന്ത് ചെയ്യും? മരിച്ചു, ഉറപ്പാണ്. 3 മിനിറ്റ് താങ്ങൂല കൊച്ചുകുട്ടി. നമ്മളാണ് 3 മിനിറ്റ് താങ്ങുന്നത്. കൊച്ചു കുട്ടികൾ 3 മിനിറ്റ് ഒന്നും താങ്ങത്തില്ല. അതുകൊണ്ട് അത് നമ്മൾ മനസ്സിൽ വെച്ചിരിക്കണം. കാരണം ഈ 5 അടി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആദ്യത്തെ ഒരു ശ്രമം കഴിഞ്ഞാൽ ഈ കുട്ടി ജീവനോടെ വരുന്ന ചാൻസ് എന്ത് ചെയ്യും? കുറഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമ്മൾ ആദ്യത്തെ ശ്രമത്തിൽ തന്നെ നമ്മൾ വിജയിപ്പിക്കണം ഈ സംഭവം. ഓക്കെ, അത്രയും ഓക്കെ അല്ലോ? പക്ഷെ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. കുട്ടിയുടെ തല ഫ്രണ്ടിലേക്ക്, താഴ്ത്തി പിടിച്ച് നമ്മൾ മുതുകിൽ 5 തവണ എന്ത് ചെയ്യുക? ത്രസ്റ്റ് കൊടുക്കുക. ഇതിന് നമ്മൾ പുറത്ത് വലിയ നോക്കുക. സാധനം ഇല്ല എന്നുണ്ടെങ്കിൽ, നമ്മുടെ ഭാഗ്യം ഇല്ല, അതുകൊണ്ട് അത് പുറത്ത് വന്നില്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ മറു കയ്യിൽ നിവർത്തി കിടത്തി 2 വിരൽ വെച്ചിട്ട് കുഞ്ഞിൻ്റെ
ചെസ്റ്റിൽ 1 2 3 4 5 കൊടുക്കുക. വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത പ്രോസസ്സ് അതുപോലെ എന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്യുക. ഓക്കെ ആണോ? അപ്പോൾ സെക്കൻഡിൽ അടുത്ത റൗണ്ടിലോട്ട് പോകാതിരിക്കുക. ഫസ്റ്റ് റൗണ്ടിൽ തന്നെ ഈ സാധനം എന്ത് എക്സ്റ്റേണൽ ബോഡി പുറത്തെടുക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ ആണോ? ഓക്കെ ആണോ? മനസ്സിലായില്ലേ? എടാ ഇനി എന്തെങ്കിലും ഇത്രയും നേരം നമ്മൾ കുറച്ച് 1 മണിക്കൂറേ ഉള്ളൂ, അതുകൊണ്ട് നമ്മൾ ഭയങ്കര കുറച്ച് സംഭവങ്ങളാണ് പറഞ്ഞത്. ഇത്രയും പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ടുണ്ടോ? ഒരു ഡൗട്ടുമില്ല. തീർന്നില്ലേ? തീർന്നില്ലേ? കഴിഞ്ഞില്ലേ? നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഒരു ക്ലാപ്പ് വന്നാൽ നമ്മൾ നിർത്താം. നമ്മൾ സമയം പരിമിതി മൂലം നമ്മൾ നിർത്താണ്. പറഞ്ഞ് പ്രധാനമായിട്ടും 3 കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. ഒന്ന് ഷോക്കിങ്ങിനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, LPG, അതുപോലെ എക്സ്റ്റിംഗ്വിഷർ, പിന്നെ CPR ഒക്കെ ഉണ്ടായിരുന്നു. പ്രധാനപ്പെട്ട സെക്ഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് സമയം ഉണ്ടാകുമ്പോൾ ഞങ്ങൾ വന്ന് ക്ലാസ് എടുക്കും. അതുപോലെ നിങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് സ്റ്റേഷനിലേക്ക് വരാം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അവിടെ നിരന്തരം കുട്ടികൾ വന്ന് സന്ദർശിക്കുന്നുണ്ട്. നിങ്ങൾ വെള്ളമടിച്ചിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഞങ്ങളെ ഉപകരണങ്ങളൊക്കെ പ്രവർത്തിച്ചിട്ട് അവിടെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ ക്ലാസ്സിൽ നിന്ന് വരാം, അതുപോലെ ഫാമിലി ആയിട്ടും വരാം. എപ്പോഴും ഞങ്ങൾ 24 മണിക്കൂറും അവിടെ പ്രവർത്തന സജ്ജരായിട്ട് ഞങ്ങളെ സ്റ്റേഷൻ അവിടെ തുറന്നിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളെ പ്രവർത്തനങ്ങളൊക്കെ ഇനിയും കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നേരെ സ്റ്റേഷനിലേക്ക് വന്നാൽ മതി. കുറേ കാര്യങ്ങൾ അവിടെ പറഞ്ഞു തരും. എല്ലാ ദിവസവും 2 or 3 സ്കൂൾ ട്രിപ്പ് അവിടെ ഉണ്ടാവും. മനസ്സിലാവും. കുട്ടികൾ അവിടെ വരും. നിരന്തരം നിങ്ങളെ വർക്കിനായിട്ടിലും ഏറ്റവും കൂടുതൽ ക്ലാസ്സുകളാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും എപ്പോഴും ഒരു സമയത്തും അവിടെ വരാം, സന്ദർശിക്കാം, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. ഓക്കെ, താങ്ക് യു.